പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ദേശത്തെയും ഈ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് ഒരു ഭയാനകമായ മഴയ്ക്ക് ശേഷം അനുകൂലമായ കാലാവസ്ഥ നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെക്കുറിച്ച് ഏതാണ്ട് എനിക്ക് സമയത്തിനകത്ത് നിന്നൊരു 13-14 കാര്യങ്ങൾ യേശുവിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശുവിനെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ എവിടെല്ലാം യേശു നാമം പ്രഘോഷിക്കപ്പെടുന്നോ അവിടെ അനേകം ദൈവിക കൃപകൾ ആ കൂട്ടായ്മയുടെ മേൽ വർഷിക്കപ്പെടും. ഹല്ലേലൂയ. അതൊരു നിയമമാണ്. ഞാൻ 19 വർഷമായി സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യവും അവസരവും നൽകുന്നു. ഈ കഴിഞ്ഞ 19 വർഷത്തിനിടയിൽ നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, ഏത് വിഷയം പ്രസംഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുക എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാഭിഷേകം ഏറ്റവും കൂടുതൽ വർഷിക്കപ്പെടുന്നത് എൻ്റെ ഉത്തരം യേശുവിനെക്കുറിച്ച് പറയുമ്പോഴാണ്. യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് യേശുവിനെക്കുറിച്ച് പറയാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം. യേശുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ച് ആ സമൂഹത്തിൽ ദൈവത്തിൻ്റെ ചലനം ഉണ്ടാവും, ആ ദേശത്ത് ദൈവത്തിൻ്റെ ചലനം ഉണ്ടാവും, ശക്തമായ ദൈവിക ഇടപെടലുകൾ ആ ദേശത്തുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മളൊരു ദേശത്ത് നിന്ന് യേശുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ ഒരു സ്ഥലത്ത് ആലപ്പുഴ ഭാഗത്തൊരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. കുടിവെള്ള പ്രശ്നം അവിടെ 3 ദിവസത്തെ ഒരു പകൽ കൺവെൻഷനാണ്. ആ പകൽ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ആ ഡയറക്ടർ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഇവിടെ ജലസ്രോതസ്സുകൾക്ക് വേണ്ടി വെള്ളം ആളുകൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരു സംവിധാനം, ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പിറ്റേ ദിവസം മുതൽ അവിടെ നടപ്പാവുകയാണ്. അച്ഛൻ പറയുകയാണ്, അച്ഛനിവിടെ വന്നു, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടി. പറഞ്ഞേ ഹല്ലേലൂയ. അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അത് ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ഈ വരുന്ന ആളുകൾക്ക് മാത്രമല്ല, യേശുവിനെക്കുറിച്ച് എവിടെ പ്രഘോഷിക്കപ്പെട്ടാലും ഈ വരുന്ന ആളുകൾക്ക് മാത്രമല്ല, മറിച്ച് അത് കേൾക്കുന്ന എല്ലായിടത്തും വ്യത്യാസമുണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അമേരിക്കയിൽ ഒരു ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലങ്കര പള്ളിയിൽ ഒരിക്കൽ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ വികാരിച്ചനോട് പറഞ്ഞു, അച്ഛാ, നമുക്ക് നല്ലൊരു പള്ളിയൊക്കെ ദൈവം തന്നിട്ടുണ്ട്, പക്ഷേ ഈ പള്ളി നമ്മൾ അത്ര നന്നായിട്ടല്ല ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഇവിടെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നന്നായിട്ടിടാം ഈ പള്ളി. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എനിക്ക് ആഗ്രഹമുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണമെന്ന്. പക്ഷേ നമ്മൾ ഈ പള്ളി വാങ്ങിച്ചത് തന്നെ ഒരുപാട് ആളുകളെല്ലാം ശരിക്കും ഒരുപാട് കാശ് മുടക്കി. അപ്പോൾ ആരുടെയും ഇനിയിപ്പോൾ $1 പോലും ആരോടും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് അച്ഛൻ ലാസ്റ്റ് ദിവസം അൾത്താരയിൽ എന്നെ നിർത്തിയിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ ഈ പള്ളി എങ്ങനെയും ഒന്ന് ശരിയായി വരട്ടെ എന്ന് പറഞ്ഞാൽ. ആളുകളൊക്കെ നല്ലവരാണ്, പക്ഷെ അവർക്ക് ഇനി പണം എടുക്കാനില്ല. ഒരുപാട് പണം കൊടുത്താണ് ആ പള്ളി വാങ്ങിയിരിക്കുന്നത്. അവിടെ പള്ളിക്കൊക്കെ ഭയങ്കര പൈസ കൊടുക്കണം പള്ളി വാങ്ങാൻ. ഒരുപാട് മില്യൻസ് കൊടുത്താണ് ഈ പള്ളി വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്താണ് അച്ഛൻ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഞാനും അച്ഛനും കൂടി, ദൈവമേ, ഈ പള്ളി ഇവർക്കൊന്ന് പുനരുദ്ധരിക്കാനും നവീകരിക്കാനും വേണ്ടി നല്ല ഒരു സംവിധാനം തുറക്കപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു.
ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞ് പിന്നീട് കോവിഡ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം ഞാൻ അവിടെ ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ സിറോ മലബാറിൻ്റെ കൺവെൻഷനാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ആ മലങ്കര പള്ളിയിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു അച്ഛനോട് വരണമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നോക്കുമ്പോൾ ആ പള്ളി നമ്മൾ നേരത്തെ കണ്ട പള്ളിയല്ല, ആട്ടിമൂട്ടി മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം. ആ പള്ളി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അത് അതിശക്തമായ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ വലിയ പെരുവൊക്കെ എടുത്ത് എങ്ങനെയാണ് ചെയ്തത്, നന്നായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുകയാണ്, പള്ളിക്കാർക്ക് 5 പൈസ മുടക്കില്ലാതാണ് ഈ പരിപാടിയെല്ലാം നടന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, ഇവിടെ ഈ മഞ്ഞ് വന്ന് വീഴും. അപ്പോൾ ഈ മഞ്ഞ് വീഴുമ്പോൾ മഞ്ഞ് വീണ് ഈ ഏതെങ്കിലും കെട്ടിടങ്ങളുടെ ഗ്ലാസോ വല്ലതും പൊട്ടുകയോ തകരാറ് വരികയോ ചെയ്താൽ ഗവൺമെൻറ് ഇവർക്ക് ഹ്യൂജ് കോമ്പൻസേഷൻ കൊടുക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ വന്നു പോയതിന് ശേഷം അവരുടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ വലിയ മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ട് ഈ പള്ളിയുടെ ഗ്ലാസ് എല്ലാം തകർന്നു. ഗ്ലാസ് തകർന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഗവൺമെൻറ്റിന് ഇത് സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വലിയ ഹ്യൂജ് എമൗണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ച് പള്ളിക്കാർക്ക് 5 പൈസ മുടക്കില്ലാതെ പള്ളി മുഴുവൻ റെനോവേറ്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ചു, അതായത് ഒരു സ്ഥലത്ത് കൺവെൻഷൻ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സ്ഥലത്ത് വ്യത്യാസം ഉണ്ടാവും. അത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. വചനം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് സുവിശേഷ പ്രഘോഷണ രംഗത്തുള്ള ഏറ്റവും വലിയ പ്രലോഭനം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഭയങ്കര പ്രലോഭനമാണ് എനിക്ക്. എന്താ പ്രലോഭനം എന്നറിയാമോ? പ്രലോഭനം ഈ ദൈവവചനം, ഞാൻ കൂടുതലും ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്. വചനം ഇങ്ങനെ മാത്രം, കൂടുതൽ വേറെ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ നിങ്ങൾക്കറിയാം മനുഷ്യർക്ക് ഇഷ്ടം എന്താണ്? ഇപ്പോൾ നിൻ്റെ വിഷമം എങ്ങനെ മാറും, ഇപ്പോൾ എന്ത് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ഈ പ്രശ്നം വ്യത്യാസം വരും, ഇപ്പോൾ ഇതാണ്. അപ്പം എനിക്കുള്ള ഏറ്റവും വലിയ പ്രലോഭനം മനുഷ്യരാഗ്രഹിക്കുന്നതെല്ലാം ഇപ്പം എങ്ങനെ കാര്യം നടക്കും. എന്നാൽ ആത്മാവ് എനിക്ക് തരുന്ന പ്രചോദനം മുഴുവൻ നീ ദൈവവചനം അല്ലാതെ വേറെ ഒന്നും പ്രസംഗിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇതെനിക്ക് വലിയ സംഘർഷമാണ്. കാരണം ആളുകൾക്ക് വേണ്ടത് എന്താണ്? പറഞ്ഞേ ഹല്ലേലൂയ. ആളുകൾക്ക് വേണ്ടത് ഇട് കൊടുക്കെ ചോറും കറിയും, അതാണ് ആളുകൾക്ക് വേണ്ടത്. ആളുകൾക്ക് വേണ്ടത് ഇപ്പം എങ്ങനെ കാര്യം നടക്കും എന്നുള്ളതാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളായി എന്നെ ശാസിച്ചും വഴക്ക് പറഞ്ഞും എന്നെ നയിച്ചിട്ടുള്ളത് ദൈവവചനം മാത്രമേ പ്രസംഗിക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് വലിയ സംഘട്ടനമുണ്ട്. അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ എനിക്ക് ദൈവം തരുന്ന ഈ പ്രലോഭനത്തെ മറികടക്കാൻ എനിക്ക് ദൈവം തരുന്ന വലിയ ഒരാശ്വാസത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം മാത്രമേ ഇപ്പോൾ കൺവെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചില സ്ഥലത്ത് കൺവെൻഷന് ചെല്ലുമ്പോൾ അതിൻ്റെ സംഘാടകർ എൻ്റെ അടുത്ത് പറയും, അച്ഛൻ ഈ രോഗികൾ സുഖപ്പെടുന്നതിനെ കുറിച്ച് പറയണം, അതുപോലെ അച്ഛൻ ഈ വിഷമം കടം മാറുന്നതിനെക്കുറിച്ച് അതൊക്കെ പറയണം അച്ഛൻ. അപ്പം ഞാൻ പറയില്ല. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ സംഘാടകരുമായിട്ട് ചിലപ്പോൾ വഴക്കുണ്ടാക്കേണ്ടി വരും. കാരണം ഇവർ വന്നിട്ട് എഴുതി തരും ഇന്ന വിഷയം. അപ്പം ഞാൻ പറയില്ല. അപ്പോൾ അവരെന്നോട് ചോദിക്കും, അച്ഛൻ പിന്നെ എന്നെ പറയാൻ പോകണം. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിലൂടെ വന്ന രക്ഷ, കുരിശിലെ മരണത്തിൻ്റെ വില, നീതീകരണത്തിൻ്റെ ഫലങ്ങൾ, ഒരാൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് ഡേ തന്നെ ചില സ്ഥലത്ത് വഴക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് ഇത് പറയുമ്പോൾ ഞാൻ പറയും പറ്റില്ല എന്ന് പറയും. പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ പറയും ഇല്ലില്ല ഞാൻ പറ്റില്ല പറയാൻ ഇതേ പറയൂ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇതെനിക്ക് വലിയ സംഘർഷമാണ്. നമ്മൾ എത്ര പേരെ വെറുപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകും, ഇത് നമുക്ക് സംഘർഷമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് യേശു തരുന്ന ഒരു ആശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. യേശു തരുന്ന ആശ്വാസം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ പല പ്രലോഭനങ്ങൾക്ക് നടുവിലും രക്ഷയെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും യേശു ഏകരക്ഷകനാണ് എന്നതിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒക്കെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രസംഗിച്ച് നടക്കുമ്പോൾ ദൈവം എന്തെന്നറിയാമോ, ഒരിക്കലും നടക്കില്ല എന്ന് മനുഷ്യൻ പറയുന്ന ചില പ്രശ്നങ്ങളിൽ ഈ രക്ഷയെക്കുറിച്ച് കേട്ട, ദൈവവചനം പഠിച്ച, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് വന്നിരുന്ന മനുഷ്യരിൽ ഒരിക്കലും നടക്കില്ല എന്ന് അവർ ചിന്തിച്ച കാര്യങ്ങൾ അവരിൽ നടക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന അടയാളങ്ങൾ നടക്കുന്നതുമായ അനുഭവങ്ങളെ ദൈവം എൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് തരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, അച്ഛൻ അങ്ങനെ വന്ന് കൺവെൻഷൻ നടത്തിയപ്പോൾ എൻ്റെ ക്യാൻസർ രോഗം ഡോക്ടർ എഴുതി തള്ളി മാറി. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? ഇപ്പോൾ ഈ റാന്നി ഭാഗത്ത് നിന്ന് ഒരു സഹോദരി, ഈ മൗണ്ട് കാർമലിൽ ധ്യാന കേന്ദ്രത്തിൽ സഹായിക്കാൻ വരുന്നൊരു കുടുംബത്തിൻ്റെ ബന്ധുക്കളാണ്. അപ്പോൾ അവർ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ഈ അവിടുന്ന് എഴുതി തള്ളി, റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ നിന്ന് പറഞ്ഞു, ഇനി കൊണ്ടുപോക്കോ, ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ജീവിക്കത്തുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്.
മനസ്സിലായോ? അവിടെ തന്നെ ധ്യാനകേന്ദ്രത്തിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെ ബന്ധുവാണ്, റാന്നി ഭാഗത്തു നിന്നുള്ള ഒരാളാണ്. ഇനി ഏതാനും ദിവസം കൂടെ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ക്യാൻസറാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ അവളോട് പറയരുതേ, ആരും അവളോട് പറഞ്ഞിട്ടില്ല, രക്ഷപ്പെടുമെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അച്ഛാ ഒരു ആശീർവാദം കൊടുത്തു വിട്, എന്തായാലും മരിക്കാൻ പോവാണ്. അവിടെ വന്നു പ്രാർത്ഥിച്ചു, ഇങ്ങനെ ധ്യാനത്തിന് വന്നു, നമ്മൾ പ്രാർത്ഥിച്ചു വിട്ടു. ഇപ്പോൾ ഒരു കൊല്ലം അല്ല 1.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. ആള് നല്ല പയറുമണി പോലെ നടക്കുകയാണ്, യാതൊരു കുഴപ്പം. ക്യാൻസർ എങ്ങോട്ട് പോയെന്ന് അറിയാൻ പാടില്ല. എങ്ങോട്ട് പോയി? അപ്രത്യക്ഷമായി. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ രോഗശാന്തിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴല്ല ഈ നടക്കുന്നത്. രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവം മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവിനെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. താൽക്കാലികമായ നേട്ടങ്ങളല്ല ഉണ്ടാവുന്നത്. ഒരാൾക്ക് പെട്ടെന്നൊരു വിറയലും വെപ്രാളും അല്ല ഉണ്ടാവുന്നത്. അയാളിൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യേശുവിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ഈ ധ്യാനത്തിൻ്റെ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസം യേശുവിനെക്കുറിച്ച് ഒരു 14 കാര്യങ്ങൾ, നമ്മുടെ സമയം അനുസരിച്ച് 14, ചിലപ്പോൾ ഞാൻ 14 എന്നൊക്കെ ആദ്യം പറയും, ചിലപ്പോൾ 3 എന്നൊക്കെ പറയൂ. അപ്പോൾ ഈ സമയം അനുസരിച്ച് ഒരു കാര്യങ്ങൾ, എനിക്കൊരു 14 കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട് യേശുവിനെക്കുറിച്ച്. ഒരു കാര്യം പറഞ്ഞാലും 14 കാര്യം പറഞ്ഞാലും യേശുവിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ഈ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വേറൊന്നും ഇപ്പോൾ പ്രാർത്ഥിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. വേറെ ഒരു കാര്യവും നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കരുത്. കഴിഞ്ഞ ധ്യാനം, മൗണ്ട് കാർമലിൽ നടന്ന കഴിഞ്ഞ ധ്യാനത്തിന് ഒരു സഹോദരിയെ കൊണ്ടുവന്നു. അവൾക്കും ക്യാൻസറാണ്. കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. കാരണം ആന്തരിക ഓവറി, യൂട്രസ് എല്ലാം ക്യാൻസർ കാരണം കളഞ്ഞു. പിന്നെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം പ്രശ്നമുണ്ട്. വെള്ളം കുടിക്കാൻ പറ്റില്ല. വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറയണ്ടല്ലോ. വെള്ളം, ഞാൻ വെഞ്ചരിച്ച വെള്ളം ഹോളി വാട്ടർ കൊടുത്തിട്ട് പോലും ഛർദ്ദിക്കുകയാണ്. അതാണ് കേസ്. വൈകുന്നേരം ഞാൻ സെഷൻ എടുക്കാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. ഞാൻ മേളത്തെ നിലയിൽ നിന്ന് കാണുകയാണ്, ഇതിങ്ങനെ ഛർദ്ദിച്ച് അവസാനം ഇങ്ങനെ അവശയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം എഴുതി തള്ളി, ഇനി ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പോൾ മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്ന അവസ്ഥയിൽ. അപ്പോൾ ഇനി ഒരു ധ്യാനം കൂടിയിട്ട് മരിക്കാം. ചെറുപ്പക്കാരിയാണ്, കഷ്ടിച്ചൊരു 35 വയസ്സ് ഉണ്ടോ എന്ന് സംശയമാണ്. അതിൽ താഴെയാണ് പ്രായം. ചെറിയൊരു കൈക്കുഞ്ഞുണ്ട് ഇതിന്. അപ്പോൾ ഗർഭം ധരിക്കത്തില്ല. അതുകൊണ്ട് എവിടുന്നോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കണ്ടൊരു കുഞ്ഞിനെ ദത്തെടുത്താണ്. അത് കൈക്കുഞ്ഞാണ്. അപ്പോൾ അതാണ് ഈ കുട്ടിയുടെ അവസ്ഥ. ധ്യാനകേന്ദ്രത്തിൻ്റെ വെളിയിലെ വരാന്തയിൽ കട്ടിലെ കിടത്തിയിരിക്കുകയാണ്. ഇതിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും നിവർത്തിയില്ല. 3 ദിവസം നമ്മൾ യേശുവിനെക്കുറിച്ച് മാത്രമാണ് പ്രസംഗിക്കുന്നത്. രോഗശാന്തിയെക്കുറിച്ച് പ്രസംഗങ്ങളൊന്നുമില്ല, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രക്ഷയെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആരാധനയൊക്കെ സമയത്തൊക്കെ ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കും. അച്ഛന്മാരെല്ലാം പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു, ആളുകളൊക്കെ പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം ആയപ്പോഴേക്കും കട്ടിലൊക്കെ മാറ്റി, കട്ടിലെ കിടക്കേണ്ടാത്ത അവസ്ഥയിലായി. എഴുന്നേറ്റു. 5ാമത്തെ ദിവസമായപ്പോൾ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് എനിക്ക് ഒരാവശ്യത്തിന് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, മൗണ്ട് കാർമലിൻ്റെ മലയെന്ന് പറഞ്ഞാൽ നോർമൽ ആരോഗ്യമുള്ളവർക്ക് നടന്നു കയറാൻ പാടുള്ള മലയാണ്. താഴേന്ന് മലങ്കര ഹിൽസിൻ്റെ റോഡ് കയറി മൗണ്ട് കാർമലി വരാൻ സാധാരണ ആരോഗ്യമുള്ളവർ പോലും ശ്വാസം മുട്ടും. ഞാൻ നോക്കുമ്പോൾ ഈ താഴേന്ന് മല കയറി കുരിശൻ്റെ വഴി നടത്തി ഈ കട്ടിലെ കടന്ന പെങ്കൊച്ച് മൗണ്ട് കാർമലിലേക്ക് നടന്നു പോകുന്നു. അത് അന്ന് മാത്രമല്ല, അതിൻ്റെ അടുത്ത സെക്കൻഡ് സാറ്റർഡേ കുരിശൻ്റെ വഴി നടത്തിക്കൊണ്ട് നടന്നു പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കട്ടിലെ കിടന്നവളാണ്. അവൾക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, യാതൊരു പ്രശ്നമില്ല. ക്യാൻസർ എവിടെ പോയി? ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ട് ഇവിടെ ഇരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഈ കൺവെൻഷൻ ഇരിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് ഞാൻ പറയും, നിങ്ങൾ അത് കേൾക്കുക, അത് പഠിക്കുക, അത് എഴുതിയെടുക്കുക, അത് വായിക്കുക. വേറൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കരുത്. ബാക്കിയെല്ലാം ദൈവം നടത്തിത്തരും. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ അനുഭവം ഞാൻ പറയാം. എൻ്റെ അനുഭവം ഇതാണ്. അതായത് നമ്മൾ യേശുവിനെ ശ്രദ്ധിക്കുകയും
ദൈവരാജ്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ, നിങ്ങൾ കേട്ടോളുക, എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്, ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും നമ്മുടെ ജീവിതത്തിലുണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്താന്ന്? അതായത് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും മാത്രമാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കൊരു ഭൗതിക ആവശ്യം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല. പ്രാർത്ഥിക്കാതെ തന്നെ അത് നടക്കും. പറയുക പോലും വേണ്ട ഈശോയോട് ഇങ്ങനൊരു ആവശ്യമുണ്ടെന്ന്, അത് നടന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണത്. അത്രയ്ക്ക് യേശുവിൻ്റെ രക്ഷയിൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ദൈവം അത്രമാത്രം നമ്മുടെ കാര്യത്തിൽ കരുതലുള്ള ആളാണ്. നമ്മുടെ പ്രശ്നം എന്തെന്നറിയാമോ? നമ്മൾ വളരെ മണ്ടന്മാരും മണ്ടികളുമാണ്. നമ്മുടെ പ്രശ്നം എന്തെന്ന് ഞാൻ പറയാം. എന്നുവെച്ചാൽ നമുക്ക് തലവേദന വരുന്നു, നമ്മൾ തലവേദന മാറാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തലവേദന മാറി കഴിയുമ്പോൾ നമുക്ക് വയറുവേദന വരും. അപ്പോൾ നമ്മൾ വയറുവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് നടുവേദന വരും. അപ്പോൾ നമ്മൾ നടുവേദന മാറാൻ വേണ്ടി, അപ്പോഴാണ് കൊച്ചിന് IELTS പാസ്സാവാൻ വേണ്ടി അത് നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ OET പാസ്സാവാൻ പ്രാർത്ഥിക്കും. പിന്നെ കടം മാറാൻ പ്രാർത്ഥിക്കും. പിന്നെ വീട് വെക്കാൻ പ്രാർത്ഥിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ജന്മം മുഴുവൻ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരാവശ്യം കഴിയുമ്പോൾ അടുത്ത ആവശ്യം വരത്തില്ലേ? വരും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് തീരും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാക്കുന്ന സകല പ്രാർത്ഥനാ പുസ്തകങ്ങളും കത്തിച്ച് കളയാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനുള്ള സകല പ്രാർത്ഥനാ പുസ്തകങ്ങളും കത്തിച്ച് കളയാനുള്ള വഴി ഞാൻ അതിൻ്റെ ആവശ്യം, ആ പ്രെയർ ബുക്കെല്ലാം കത്തിച്ച് കളയാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല. ഇനി എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾ യേശുവിനെ കുറിച്ച് ശ്രദ്ധിക്കൂ. പിന്നെ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സമയം കളയണ്ടെന്ന്, പിന്നെ അതിന് പ്രാർത്ഥിക്കണ്ടെന്ന്, അതല്ലാതെ തന്നെ മാറുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവജനം എന്താ ചെയ്തു? ഒരുപാട് ദൈവജനം ഇങ്ങനെ എന്ത് ചെയ്തു? കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പൗലോസ്ലീഹ ധന്യൻ ചൊൽ കേട്ടേനി ദൈവം. ഇതെന്താ പാടുന്നതെന്ന് അറിഞ്ഞൂടാ. മനസ്സിലായില്ല? എന്താ പാടുന്നതെന്ന്? സ്വഭാവപ്രകാരം മരണമില്ല. എന്താ ചൊല്ലുന്നതെന്ന് അറിഞ്ഞൂടാ. ദൈവമേ നീ പരിശുദ്ധനാവുന്ന. എന്താ പ്രാർത്ഥന എന്നറിഞ്ഞൂടാ. വിശ്വാസ പ്രമാണത്തിൽ എത്ര കാര്യങ്ങളാണ് വിശ്വസിക്കുന്നതിൻ്റെ വിശദീകരണം എന്താണ് അറിഞ്ഞൂടാ. നിന്നാൾ സ്തുതിയുടെ രാജമകൾ അതെന്താണ് അറിഞ്ഞൂടാ. നയവാൻ പന പോലെ തളുത്ത് അതെന്താണ് അറിഞ്ഞൂടാ. രക്ഷയെ സംബന്ധിക്കുന്ന ഒരു കാര്യം അറിഞ്ഞൂടാ. കാലാകാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് പോലും അറിഞ്ഞൂടാ. എന്നാൽ കാര്യം നടക്കാനുള്ള സകല വഴികളും അറിയാം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രക്ഷയെക്കുറിച്ച് യേശുവിനെ കുറിച്ച് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. ഉറക്കെ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൽ യേശു വരുന്നതിന് ഏതാണ്ട് 600 കൊല്ലങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് നടത്തിയ ഒരു പ്രവചനം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. യെശയ്യാ പ്രവചനം 35-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കണം. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ വായിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള കള്ളു കുടിച്ചിട്ടിരിക്കുന്ന ചേട്ടനെക്കുറിച്ചോ, കള്ളു കുടിച്ചിട്ട് ഈ രാത്രി വരാൻ പോകുന്ന ആളെക്കുറിച്ചോ, അല്ലെങ്കിൽ കൊച്ചിനെക്കുറിച്ചോ, മകനെക്കുറിച്ചോ, ഫീസ് അടയ്ക്കുന്നതിനെക്കുറിച്ചോ, ലോൺ അടയ്ക്കുന്നതിനെക്കുറിച്ചോ, വാടക ഒന്നും ഇപ്പം ചിന്തിക്കരുത്. അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ചിന്തിക്കരുത്. ഇപ്പോൾ ഈ വചനം ശ്രദ്ധിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വായിക്കാം. യെശയ്യാ പ്രവചനം 35:1 മുതൽ ഉറക്കെ വായിക്കാം. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. കണ്ടോ? അതായത് ഒന്നാമത്തെ കാര്യം അതാണ്. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. മനുഷ്യൻ്റെ വരണ്ട് കിടക്കുന്ന, മനുഷ്യൻ്റെ ഊഷരമായി കിടക്കുന്ന, മനുഷ്യൻ്റെ ഉഷ്ണഭൂമിയായി കിടക്കുന്ന, മനുഷ്യൻ്റെ നശിച്ച് വരണ്ട് കിടക്കുന്ന സകല ഹൃദയങ്ങളും സന്തോഷിക്കും. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. വായിക്കാം. മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും. അവ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും. ഉറക്കെ വായിക്കാം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട.
ധൈര്യം അവലംബിക്കുവിൻ, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ഇത് യേശു വരുന്നതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ബധിരന്റെ ചെവി അടഞ്ഞിരിക്കുകയില്ല. മുടന്തൻ മാനിനെ പോലെ കുതിച്ചു പായും. മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനമുതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. കുറുനരികളുടെ പാർപ്പിടം ചതുപ്പ് നിലമാകും. പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും. അവിടെ ഒരു രാജവീഥി ഉണ്ടായിരിക്കും. വിശുദ്ധ വീഥി എന്നതറിയപ്പെടും. അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല. ഭോഷർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല. അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല. വായിക്കാം, അവിടെ ഒരു ഹിംസ്ര ജന്തുവും അവിടെ പ്രവേശിക്കില്ല. അവയെ അവിടെ കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധൈര്യമാണിത്. ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. അതായത് നമുക്ക് ഹൃദയത്തിൽ വല്ലാത്ത ഒരു സംയമനം, സമാധാനം. അപ്പൊ ഇത് വിശ്വാസിക്ക് യേശുവിനെ കുറിച്ച് അറിയുമ്പോൾ മാത്രം ലഭിക്കുന്ന സന്തോഷമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സന്തോഷം കിടക്കുന്നത് നമ്മൾ യേശുവിനെ ലഭിച്ചു എന്ന വിഷയത്തിലാണ്. നമുക്ക് യേശുവിനെ ലഭിച്ചു എന്ന വിഷയത്തിലാണ് നമ്മുടെ സന്തോഷം കിടക്കുന്നത്. സന്തോഷം. അതുകൊണ്ട് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് വന്നത്? യേശു വന്നത് എന്തിനാണ്? ഇങ്ങനെ ബൈബിളിൽ കുറേ വാക്യങ്ങളുണ്ട്. അതായത് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ വന്നത്, ഇതിനായിട്ടാണ് ഞാൻ വന്നത്, ഇങ്ങനെ പറഞ്ഞിട്ട് ബൈബിളിൽ കുറേ വചനങ്ങളുണ്ട്. ഞാൻ ആ വചനങ്ങളിലൂടെ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകണം. യേശു വന്നത് എന്തിനാണ്? അല്ലെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തിനാണ്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വചനങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38. നമ്മൾ പോകുന്ന രീതി ഇങ്ങനെയാണ്. എല്ലാവരും എടുക്കുന്നു, എന്നിട്ട് ഒരുമിച്ച് വായിക്കുന്നു. ജോൺ 6:38, യോഹന്നാൻ 6:38 വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. ഒന്നുകൂടെ വായിക്കണം, വളരെ പ്രധാനപ്പെട്ട വചനമാണ്. യേശു വന്നിരിക്കുന്നത് എന്തിനാണ്? വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. 38 മുതൽ വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല. ഓക്കെ, അത് വ്യക്തമാണ്. അടുത്ത വാക്യം, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. യേശു പറയുകയാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒരു വ്യക്തിക്ക് ഒരല്ലലുമില്ലാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ, ഒരു വ്യക്തിക്ക് യാതൊരു അല്ലലില്ലാത്ത ജീവിതം നയിക്കാൻ പറ്റണമെങ്കിൽ, ആ വ്യക്തി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം ജീവിതത്തിൽ. അതായത്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ആ വ്യക്തി ഇങ്ങനെ പറയണം, പിതാവേ, പരിശുദ്ധ അമ്മ പറഞ്ഞെന്താണ്? അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അങ്ങയുടെ വചനം, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ.
നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് 2017 മുതൽ ഞാൻ മൗണ്ട് കാർമലിലാണ്. 2017 മുതൽ ഞാൻ വേറ്റനാട് മൗണ്ട് കാർമലിലാണ്. 17, 18, 19, 20, 21, 22, 20 8 കൊല്ലമായി. 8 കൊല്ലമായി. വരുന്ന ജനുവരിയിൽ ട്രാൻസ്ഫർ ഉണ്ട് അച്ഛന്മാർക്ക് എന്നാ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ട്രാൻസ്ഫർ വരുമ്പോൾ മൗണ്ട് കാർമലിൽ നിന്ന് ഈ എന്നോട് പിതാവ് പറയുകയാണ്, അച്ഛനെ മാറ്റുകയാണ്. അച്ഛനെ ഞാൻ റുവാണ്ടയ്ക്ക് വിടുകയാണ്. ഉഗാണ്ട ഞാൻ ഇപ്പോൾ പറയില്ല. ഉഗാണ്ടയിൽ എന്നോട് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, മേലാൽ അത് പറയരുതെന്ന്. റുവാണ്ട ഞാൻ മാറ്റിയിരിക്കുകയാണ് രാജ്യം. ഞാൻ റുവാണ്ടയ്ക്ക് വിടുക. ഇങ്ങനെ വിചാരിക്കാം. നിങ്ങൾ നല്ല ചോക്ക് 8 കൊല്ലമൊക്കെ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ സ്ഥലത്തോട് നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നും. 2-3 കൊല്ലമാണെങ്കിൽ ഇപ്പോൾ പോകാനൊക്കെ എളുപ്പമുണ്ട്. 8 കൊല്ലമൊക്കെ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നമുക്ക് ആ താമസിക്കുന്ന സ്ഥലത്തോടും താമസിക്കുന്ന മുറിയോടും ഒക്കെ ഒരു ഇത്തിരി അടുപ്പമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. യാതൊരു അലട്ടലും ഇല്ലാതെ, ഒരല്ലലും ഇല്ലാതെ, ഒരലച്ചിലും ഇല്ലാതെ, ഒരു വിഷമവും ഇല്ലാതെ പറയുന്നതിൻ്റെ പിറ്റേ ആഴ്ച ബാഗ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണമെങ്കിൽ സമാധാനം പോകുന്ന എപ്പോഴാ? അയ്യോ എന്നോട് അവിടുന്ന് മൗണ്ട് കാർമലിൽ നിന്ന് എന്നെ മാറ്റുകയാണ്. സമാധാനം പോകാൻ അത് മതി. സമാധാനം പോവില്ല. എപ്പോഴാണെന്നറിയാം? എനിക്ക് എൻ്റേതായ ഒരു പ്രോജക്റ്റ് ഇല്ല ഈ ഭൂമിയിൽ. ഞാനങ്ങനെ ചെയ്യുമില്ല എന്നുള്ളത് വേറെ വിഷയം. ഞാൻ പറയുകയാണ്, ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഞാൻ പറയുകയാണ്. എനിക്ക് എൻ്റേതായ ഒരു പ്രോജക്റ്റ് ഈ ഭൂമിയിലില്ല. എന്നെ ദൈവം എവിടെ വിടുന്നോ അവിടെ പോകാനുള്ള ആളാണ് ഞാൻ. അത് ഉഗാണ്ട ഇല്ലെങ്കിൽ ഉഗാണ്ട, അത് ഛത്തീസ്ഗഡ് എങ്കിൽ ഛത്തീസ്ഗഡ്, അത് ഒറീസ എങ്കിൽ ഒറീസ, അത് കേരളം എങ്കിൽ കേരളം. എന്നെ ദൈവം ആഗ്രഹിക്കുന്നത് പൂർത്തിയാക്കുകയാണ് എൻ്റെ ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? ഉപദ്രവിക്കാൻ പറ്റുമോ? എന്നാൽ അവനിട്ടൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, നിനക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വെച്ചോ? ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ പാടി ഒരാൾ പോവാണ്. നമുക്കെന്ത്? എവിടെ ട്രാൻസ്ഫർ? എവിടെ പോയാലെന്ത്? പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു വ്യക്തിക്ക് പറയാൻ എളുപ്പമല്ലത്. ഒരു വ്യക്തി ഇങ്ങനെ തീരുമാനിക്കുകയാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എൻ്റെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനല്ല. ദൈവം പറയുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റിയാൽ ഒരപ്പൂപ്പൻ താടി പോലെയാവും അയാളുടെ ജീവിതം. പിന്നെ അയാളെ ഈ ഭൂമിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭൂമിക്കോ മനുഷ്യർക്കോ ശത്രുക്കൾക്കോ പിശാചിനോ ആ മനുഷ്യന്റെ മേൽ പിന്നീട് ഒരധികാരവും ഇല്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? കാരണം അയാൾ ഇങ്ങനെ തീരുമാനിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. എൻ്റെ ദൈവം എന്ത് പറയുന്നോ അത് ഞാൻ ഏറ്റെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലോ? അങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഏത് പ്രതിസന്ധിയെ നേരിടും. ഏത് പ്രതിസന്ധിയിലും ആ വ്യക്തിക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. ആ വ്യക്തിയെ അലട്ടാൻ ജീവിതത്തിന് പറ്റില്ല. ജീവിതത്തിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ്? അയാൾ ഇങ്ങനെ തീരുമാനിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ജീവിതം. ചെറിയ കാര്യങ്ങളിൽ പോലും അസ്വസ്ഥപ്പെടുന്നവരാണ് നമ്മൾ. കുഞ്ഞു കാര്യങ്ങൾ മതി നമ്മൾ ഇറിറ്റേറ്റഡ് ആവാൻ. എന്താ കാര്യം എന്നറിയാം? ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്, ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്, ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ്. അപ്പോൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? പിതാവിൻ്റെ ഇഷ്ടം എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഞാൻ പിതാവ് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അടുത്ത വാക്യം, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അതായത് യേശുവിനെ ഒരാൾ കാണുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് എന്തുണ്ടാവും? നിത്യജീവൻ ഉണ്ടാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഒരു അച്ഛൻ എന്ന നിലയിൽ, ഒരു സിസ്റ്റർ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ
നമുക്ക് ഈ ലോകത്തിൽ ഒരു നിയോഗമേ ഉള്ളൂ. എന്താണത്? എന്താണ് നിയോഗം? എല്ലാവരും യേശുവിനെ അറിയുക. നമ്മൾ നിലനിൽക്കുന്നത്, ദ റീസൺ, ദ റാഷണൽ ഫോർ അവർ എക്സിസ്റ്റൻസ്, ദ റീസൺ ഫോർ അവർ എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരം, നിലനിൽപ്പിൻ്റെ രഹസ്യം, നിലനിൽപ്പിൻ്റെ മീനിങ്, റെലവൻസ്, അത് ഇത്രയേ ഉള്ളൂ. എന്താണ്? എല്ലാ ആളുകളും യേശുവിനെ അറിയുക. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. പുത്രൻ പറയുകയാണ്, എല്ലാവരും പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് വഴി നിത്യജീവൻ ഉണ്ടാവണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതാണ് പിതാവിൻ്റെ ഇഷ്ടം, അതാണ് പുത്രൻ്റെ ഇഷ്ടം. ഇത് അനുവർത്തിക്കാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഇത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാം. തിമോത്തിക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം, 1 തിമോത്തി 2-ാം അധ്യായം, 1 തിമോത്തി 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. 1 തിമോത്തി 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അപ്പോൾ അതായത് ഈ പിതാവ് ഇത് നിറവേറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞോളൂ. യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? 14 കാര്യമുണ്ട്. 1 പറഞ്ഞു. എന്താ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? എല്ലാവരും പുത്രനെ കാണുകയും പുത്രനെ വിശ്വസിക്കുകയും ചെയ്യണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കുക, നിങ്ങൾക്ക് ദൈവഹിതം അനുസരിക്കണമെന്നുണ്ടോ? ഹലോ, നിങ്ങൾക്ക് ദൈവഹിതം അനുസരിക്കണമെന്നുണ്ടോ? നിങ്ങൾ കോളേജിൽ പഠിക്കുന്നവരാണോ? നിങ്ങൾക്ക് ദൈവഹിതം അനുസരിക്കണമെന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. നിങ്ങൾക്ക് ദൈവഹിതം അനുസരിക്കണമെന്നുണ്ടോ? ഉണ്ടോ? യെസ്. ദൈവഹിതം അങ്ങനെയാണെങ്കിൽ ഈ ദൈവഹിതം അനുസരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ദൈവഹിതം? യോഹന്നാൻ 6:39. എന്താണ് ദൈവഹിതം? പുത്രനെ കാണുകയും പുത്രനിൽ വിശ്വസിക്കുകയും ചെയ്ത് എന്തുണ്ടാവണം? നിത്യജീവൻ ഉണ്ടാകണം എന്നതാണ് ദൈവഹിതം. ആണല്ലോ. അപ്പം അതിനുവേണ്ടി ഈ തിമോത്തിക്ക് 1 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഈ ദൈവഹിതം പറഞ്ഞിട്ട് 1 മുതലുള്ള വാക്യങ്ങളിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം 4 വായിക്കാം. 1 തിമോത്തി 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. എന്താണ് സത്യം? ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ആ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏക മധ്യസ്ഥൻ യേശുവാണ്. ഇതാണ് സത്യം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സത്യം അറിയുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. യോഹന്നാൻ 17:3. ഈ സത്യം ഒരു വ്യക്തി അറിഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ അവൻ എന്ത് ലഭിക്കുന്നു? നിത്യജീവൻ ലഭിക്കുന്നു. യോഹന്നാൻ 17:3 വായിക്കാം. അവർക്ക് വായിച്ചേ. ഏക സത്യ ദൈവമായ അവിടുത്തെയും. യോഹന്നാൻ 17:3 എല്ലാവരും വായിക്കാമോ? ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ എന്താണ് നിത്യജീവൻ? യേശുവിനെ അറിയുക, യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ സ്വീകരിക്കുക. ഇതാണ് നിത്യജീവൻ. അപ്പോ the reason for my existence is none other than, nothing other than sharing this truth to anyone and everyone whom I meet. ഞാൻ കണ്ടുമുട്ടുന്ന സകല മനുഷ്യരോടും ഈ സത്യം പറയുക എന്നുള്ളതാണ് എന്നെ ദൈവം ജീവിക്കാൻ അനുവദിച്ചതിൻ്റെ ലക്ഷ്യം. ദൈവഹിതം അനുസരിക്കണോ? ഇതാണ് ദൈവഹിതം. എന്താ? യേശുവിനെ എല്ലാവരും അറിയണം. യേശുവിനെ എല്ലാവരും അറിയാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യവും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാവുകയില്ല. ഇത് 100 അല്ല, കോൺഫിഡൻസിൻ്റെ 101%. 101. ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല. പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. ആരോഗ്യത്തിന് വേണ്ടി ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. സംരക്ഷണത്തിന് വേണ്ടി ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല.
നിങ്ങൾ ദൈവഹിതമാണ് അനുസരിക്കുന്നതെങ്കിൽ, ഇന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ച് തീരും. നിങ്ങളുടെ ജീവിതം പ്രാർത്ഥിച്ച് തീരും. പ്രാർത്ഥന ഞാൻ ഉദ്ദേശിച്ചതാ, മനസ്സിലായല്ലോ? ആ ധ്യാനകേന്ദ്രത്തിലെ പ്രാർത്ഥനാ പുസ്തകം, ഈ ധ്യാനകേന്ദ്രത്തിലെ പ്രാർത്ഥനാ പുസ്തകം, പിന്നെ അവിടെ പോയപ്പോൾ കിട്ടിയ പ്രാർത്ഥനാ പുസ്തകം, പിന്നെ വഴിയിൽ നിന്ന് കിട്ടിയ പ്രാർത്ഥനാ പുസ്തകം, പിന്നെ ഓൺലൈനിൽ നിന്ന് വരുത്തിയ പ്രാർത്ഥനാ പുസ്തകം, ഇങ്ങനെ സകലമാന, പിന്നെ വാട്സപ്പിൽ വന്ന പ്രയറുകൾ, ഇങ്ങനെ സകലമാന പ്രാർത്ഥനകളും ചൊല്ലി തീരും നിങ്ങളുടെ ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അത് ചൊല്ലണ്ടെന്നാണോ? ചൊല്ലിക്കൂ, സമയമുള്ളവരൊക്കെ ചൊല്ലിക്കും. ഞാൻ പറയുന്നതൊന്നുമല്ല. എന്തെന്നറിയോ? മനുഷ്യന് രക്ഷ അറിയാൻ സമയമില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാർ സന്ധ്യാപ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന വെറുതെ എങ്ങനെയാ? നിങ്ങൾ പറയാം, എങ്ങനെ വെറുതെ? അവിടുന്ന് കിട്ടിയ പുസ്തകം, ഇവിടുന്ന് കിട്ടിയ പുസ്തകം, ഇവിടുന്ന് കിട്ടിയ വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി അമ്മ, തീരുന്ന 9 മണിക്ക്. പിള്ളേർ പ്രാർത്ഥന വെറുത്തതിന് വേറെ വല്ലതും പറയാനുണ്ടോ? ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. അവനവൻ്റെ സഭയുടെ പ്രാർത്ഥനാ പുസ്തകം എടുക്കുക, സന്ധ്യാപ്രാർത്ഥന എടുക്കുക, ചൊല്ലുക. അത് അരമണിക്കൂർ കൊണ്ട് തീരും. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക. പറഞ്ഞേ ഹല്ലേലൂയ. ഐ ചലഞ്ച് യു, ഐ ചലഞ്ച് യു. മനസ്സിലായല്ലോ? ഒരു സെൻട്രലിലെയും പ്രാർത്ഥനാ പുസ്തകം കൊണ്ട് നിങ്ങൾ കാലയാപനം കിടക്കേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യമില്ലെന്ന്. അവനവൻ്റെ സഭ തന്നിരിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലുക, പള്ളിയിൽ പോവുക, കുർബാനയും സംബന്ധിക്കുക, ഒന്തയും ചൊല്ലുക, പ്രാർത്ഥിക്കുക, കിടന്നുറങ്ങുക. എന്തോരം സമയമാണ് ഇങ്ങനെ, അയ്യോ അവിടുത്തെ പ്രാർത്ഥന, ഇവിടുത്തെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന, ഈ പ്രാർത്ഥന, ഈ പ്രാർത്ഥന. നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നണം. അങ്ങനെയല്ലേ ഈ പുസ്തകം കത്തിക്കുക. നിങ്ങൾ യേശുവിനെ പ്രഘോഷിക്കുക, യേശുവിനെ കുറിച്ച് പഠിക്കുക, യേശുവിനെ കുറിച്ച് അറിയുക, യേശുവിനെ അന്വേഷിക്കുക, യേശുവിനെ പങ്കുവെക്കുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ ഇരുന്ന് മൊരഞ്ഞ് തീരാനുള്ളതല്ല ഈ ജീവിതം. ഷെയർ ജീസസ്, ഷെയർ ഗോസ്പൽ, ഷെയർ ദ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ആൻഡ് ദാറ്റ് ഈസ് ദ ലൈഫ്, ആൻഡ് ദാറ്റ് ഈസ് ദ മീനിങ്, ആൻഡ് ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്. അതാണ് നമ്മളെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകുന്നത്. ഇനി വേറെ ഒരു കാര്യത്തിന് വേണ്ടി മനുഷ്യർ ചിന്തിക്കും നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണം ഉണ്ടോയെന്ന് വിചാരിക്കും. ഇവരുടെ കയ്യിൽ കള്ളപ്പണം കാണുമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു കാര്യവും നടക്കാതെ പോവില്ല. ദൈവം ഏറ്റെടുത്ത് നടത്തി തന്നിരിക്കും. അപ്പൊ എല്ലാവരും എന്താണ് ദൈവഹിതം? വായിക്കൂ. 1 തിമോത്തി 2:4. 1 തിമോത്തി 2-ാം അധ്യായം 4-ാം തിരുവചനം വായിക്കൂ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ടൊരു സാക്ഷ്യമായിരുന്നു. അതിൻ്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതീയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു. ഞാൻ വ്യാജമല്ല, സത്യമാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ സത്യം പങ്കുവെക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 മുതൽ വായിക്കാം. അതായത് 1 തിമോത്തി 2-ാം അധ്യായം 1 മുതൽ ഉറക്കെ വായിക്കുക. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ ആഹ്വാനം ചെയ്തു. അതായത് എന്ത് ചെയ്യണം? ഒരാൾ യേശുവിനെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ഒരാളെ കാണുമ്പോൾ ഇയാൾ യേശുവിനെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളിലൂടെ യേശുവിനെ അറിയേണ്ടവരെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. അത് ചിലപ്പോൾ നല്ല രീതിയിലും കൊണ്ടുവരും, മോശമായിട്ടും കൊണ്ടുവരും. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടും അവർ വരും, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടും അവർ വരും. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ? നിങ്ങളിലൂടെ യേശുവിനെ അറിയേണ്ട ആളുകളെ യേശു കൊണ്ടുവന്ന് തരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹിതരായിട്ടും കൊണ്ടുവരും, ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കളായിട്ടും കൊണ്ടുവരും. 2 പേരും വരുന്നത് എന്തറിയാനാണ്? യേശുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകളുണ്ടാവും. നമ്മൾ യേശുവിനെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ, അവന് ഈ L&T എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിലെ എനർജി ഓഡിറ്ററാണ്. അപ്പോൾ ഇവന് ഇന്ത്യ മുഴുവൻ ഈ കമ്പനിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ യാത്ര ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഇവന് വിമാന ടിക്കറ്റും അതുപോലെ കാറും എല്ലാ സൗകര്യങ്ങളും എല്ലാം കമ്പനി തന്നെ കൊടുക്കും. അപ്പോൾ ഇവൻ ഓരോ സംസ്ഥാനത്തേക്കും പോകുമ്പോൾ ഇവൻ്റെ യാത്രയ്ക്ക്, ഒരാഴ്ചത്തെ ഇവൻ്റെ യാത്രയ്ക്ക് വേണ്ട തുണിയും അവൻ്റെ ഉപയോഗ വസ്തുക്കളും ഒരു പെട്ടിയിൽ അടുക്കുകയും
രണ്ടാമതൊരു പെട്ടിയുടെ എടുത്തിട്ട് ആ പെട്ടിക്കകത്ത് നമ്മൾ യേശുവിനെ ഏകരക്ഷകനായി യേശുവിനെ അറിയാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ലഘുലേഖയുണ്ട്, ലീഫ്ലെറ്റ്. ആ ലഘുലേഖ 1000, 2000, 3000, 5000 ഒക്കെ അവൻ ആ പെട്ടിക്കകത്ത് കൊള്ളുന്നത് പോലെ വേറൊരു പെട്ടിക്കകത്ത് അടുക്കി ആ രണ്ടാമത്തെ പെട്ടിയും ഈ 2 പെട്ടിയും കൊണ്ടാണ് ഓഫീസ് ടൂറിന് പോകുന്നത്. കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് അവൻ്റെ ജോലി കാര്യങ്ങൾ കഴിഞ്ഞാൽ അവൻ പിന്നെ ചെയ്യുന്നത് ടാക്സി സ്റ്റാൻഡുകളിൽ, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ, അതുപോലെ തന്നെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ചായക്കടകൾ, പൊതുസ്ഥലങ്ങളിലെല്ലാം, റെയിൽവേ സ്റ്റേഷനിൽ, ട്രെയിനകത്ത് എല്ലാം ഇങ്ങനെ നടന്ന് ഇത് വിതരണം ചെയ്യും. എന്ന് പറഞ്ഞാൽ സാമാന്യം തരക്കേടില്ലാത്തൊരു ശമ്പളം വാങ്ങിക്കുന്ന ഒരു വലിയ റെപ്യൂട്ടഡ് കമ്പനിയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ അവൻ ആ ജോലിക്കിടയിൽ അവൻ ചെയ്യുന്നത്, അവൻ യേശുവിനെ എല്ലാവരും അറിയണം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, അവൻ ഈ യാത്രക്കിടയിൽ അവനൊരു പെട്ടിക്കകത്ത് ഈ യേശുവിനെ കുറിച്ചുള്ള ഈ ഒരു പേപ്പർ ഫോട്ടോ കോപ്പി എടുത്ത് പ്രിൻ്റ് ചെയ്ത് അത് വെച്ച് അവൻ അതുമായിട്ട് യാത്ര ചെയ്യുന്നു എല്ലായിടത്തും. അങ്ങനെ കർണാടകയിൽ വെച്ച് ഒരു മെമു ട്രെയിനകത്ത് കയറി ഈ ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇവനെ പിടിച്ചു നിർത്തിയിട്ട് ഇവൻ്റെ കോളറിന് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ചെയ്യാൻ പാടില്ല, ഇത് മതപരിവർത്തനമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ നിന്നെ പോലീസിൽ ഏൽപ്പിക്കും. അപ്പോൾ അവൻ പറഞ്ഞു, താങ്ക് യു ബ്രദർ, ഞാൻ പ്രാർത്ഥിക്കാം, ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ കയറി അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു മനുഷ്യൻ ഇവനെ പിടിച്ചു നിർത്തി ഇവൻ്റെ ലീഫ്ലെറ്റ് എല്ലാം കീറിക്കളഞ്ഞിട്ട് ഇവനോട് നിന്നെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു ബ്രദർ, ഞാൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാനായിട്ട് നടക്കുമ്പോൾ ഇതാ പോലീസ് വരികയാണ്. പോലീസ് വന്ന് ഇവനെ പിടിച്ചു. എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഈ സാധനം ഇതെന്താണെന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഇത് യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, ഇത് നീ എന്താണ് ചെയ്യുന്നത്, ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, നിനക്ക് നിൻ്റെ ജോലി ചെയ്താൽ പോരെ, എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു, അതുകൊണ്ട് എൻ്റെ ഈ ഭൂമിയിലെ എൻ്റെ ജോലിയാണ് എന്താണ്, എൻ്റെ യേശുവിനെ പരമാവധി ആളുകളെ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ അവനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് നീ ഇപ്പോൾ റെയിൽവേ കമ്പാർട്ട്മെൻറ്റിൽ ഇത് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നിനക്ക് ഞാൻ ഫൈൻ അടയ്ക്കുകയാണ്, ഈ ഫൈൻ അടച്ചിട്ട് പൊക്കോളൂ. അപ്പോൾ അവൻ ഫൈൻ അടയ്ക്കാൻ വേണ്ടി പേഴ്സ് എടുക്കുമ്പോൾ അവൻ്റെ പേഴ്സിനകത്ത് പൈസയില്ല. അപ്പോൾ അവൻ ആ പോലീസുകാരനോട് പറഞ്ഞു, എൻ്റെ പേഴ്സിനകത്ത് പൈസയില്ല, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പൈസയുണ്ട്, ഞാനതുകൊണ്ട് ഗൂഗിൾ പേ ചെയ്യാം. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, ഗൂഗിൾ പേ ചെയ്താൽ പറ്റില്ല, ശരിക്കും കാശ് തരണം, ഗൂഗിൾ പേ ഒന്നും ചെയ്താൽ പറ്റില്ല. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, നീ ATM പോയി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ATM പോയി എടുക്കുമ്പോൾ ഇവൻ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു പോലീസുകാരനെ ഇവൻ്റെ കൂട്ടിന് വിട്ടു. അപ്പോൾ ഇവൻ എന്നോട് പറയുകയാണ്, അച്ഛാ, ഞാൻ ഈ കമ്പാർട്ട്മെൻറ്റിലൂടെ ഈ പോലീസുകാരൻ്റെ അകമ്പടിയോടെ നടന്നു പോകുമ്പോൾ ഞാൻ വല്ലാതെ ചെറുതാക്കപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനൊരു നല്ല ഉദ്യോഗസ്ഥനാണ്, ഞാൻ നല്ല കുടുംബത്തിൽ പിറന്ന ഒരാളാണ്, മാതാപിതാക്കളുടെ ഏക മകനാണ്, എൻ്റെ ഭാര്യയ്ക്കും ഞാനിക്ക് നല്ല ജോലിയുള്ള വളരെ അത്യാവശ്യം ജീവിക്കാൻ സൗകര്യമുള്ളൊരു വീട്ടിലെ ഒരാളാണ് ഞാനിങ്ങനെ ഒരു പോലീസുകാരൻ്റെ അകമ്പടിയോട് ഒരു കുറ്റവാളി, ഒരു കള്ളനെ, ഒരു പോക്കറ്റടിക്കാരനെ കൊണ്ടുപോകുന്നത് പോലെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ വട്ടപൂജ്യമാകുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷേ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, എൻ്റെ യേശുവിനെ പ്രതിയാണല്ലോ ഞാൻ ഈ നാണം കെടുന്നത്. അതെനിക്ക് ധൈര്യം നൽകി. അങ്ങനെ യേശുവിനെ പ്രതി നാണം കെട്ടവനായി ഞാൻ ഈ പോലീസുകാരനോട് നടന്ന് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഞാൻ ഈ പോലീസുകാരനോട് പറഞ്ഞു, ചേട്ടാ, യേശുവാണ് രക്ഷയ്ക്കുള്ള ഏക വഴി, ചേട്ടാ, യേശുവാണ് രക്ഷയ്ക്കുള്ള. അപ്പോൾ പോലീസുകാരൻ അവനോട് ചൂടായി. അപ്പോൾ പറഞ്ഞു, ചേട്ടാ, എന്തുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടുമുട്ടണം? ഞാൻ കേരളത്തിലുള്ള ഒരാളാണ്, ഞാൻ മലയാളിയാണ്, നിങ്ങൾ കർണാടകക്കാരനാണ്. നീയും തമ്മിൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് കണ്ടുമുട്ടാനൊരു സാധ്യതയില്ല. നമ്മൾ തമ്മിൽ എന്തുകൊണ്ട് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടുമുട്ടണം? യേശു നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ യേശുവിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അപ്പോൾ പോലീസുകാരൻ ആദ്യം ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവൻ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ATM പോയി പൈസ എടുത്തു. തിരിച്ചു വരുമ്പോഴും അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, ചേട്ടാ, യേശുവാണ് ഏകരക്ഷകൻ. അവസാനം തിരിച്ചു വരുന്നപ്പോൾ പോലീസുകാരൻ മയപ്പെട്ടു. പോലീസുകാരൻ അല്പം സ്നേഹമൊക്കെ ഇവനോട്. അപ്പോൾ ഇവൻ പോലീസുകാരന് ഒരു ലഘുലേഖ കൊടുത്തു. അത് അദ്ദേഹം മടക്കി അത് പോക്കറ്റിൽ വെച്ചു. ഞാൻ സമയം പോലെ വായിക്കാമെന്ന് പറഞ്ഞു. ഇനി ചെന്നു, ഇൻസ്പെക്ടർ അടുത്തേക്ക് ചെന്നു, ഫൈൻ അടച്ചു. ഫൈൻ അടച്ചിട്ട് ഇനി ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൻ ഇൻസ്പെക്ടർ പറഞ്ഞു വിടുമ്പോൾ അവൻ ഇൻസ്പെക്ടറോട് പറഞ്ഞു, സാർ, എന്തായാലും ഞാൻ ഫൈൻ അടച്ചു, ഒരു 5 മിനിറ്റ് സാർ എന്നെ കേൾക്കണം, ഞാൻ ഫൈൻ അടച്ചല്ലോ, അതുകൊണ്ട് എന്നിട്ട് അവൻ അവിടെ ഇരുന്ന് ഒരു 5-10 മിനിറ്റ് എടുത്ത് ആ പോലീസ് ഇൻസ്പെക്ടറിനോട് രക്ഷയ്ക്കുള്ള ഏക വഴി യേശുവാണെന്ന് പ്രസംഗിച്ചു. എന്നിട്ട് ആ ലീവ്ലെറ്റും കൊടുത്തിട്ട് അവിടുന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവൻ എന്നടുത്ത് പറഞ്ഞു, അച്ഛാ, 2 കാര്യങ്ങളിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷമുണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ യേശുവിനെ പ്രതി ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി നാണം കെടാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. രണ്ടാമത്തേത്,
ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു വിധത്തിൽ യേശുവിനെ കേൾക്കാൻ സാധ്യതയില്ലാത്ത 2 പോലീസുകാരോട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ദൈവം എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അവനത് എന്നോട് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇങ്ങനെ ഒരു എഴുതപ്പെട്ട വചനം ബൈബിളിൽ കിടപ്പുണ്ട്. എന്താണ്? എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ നിൽക്കേണ്ടി വരും. അവിടെ വച്ച് നിങ്ങൾ എൻ്റെ നാമത്തിന് സാക്ഷ്യം നൽകും. പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാ? യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ. അഗ്രിപ്പാ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാനസാന്തര കഥ ഒരു വിശദാംശങ്ങളും നഷ്ടപ്പെടുത്താതെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത പൗലോസിനോട് സിംഹാസനത്തിൽ ഒന്ന് ഇളകിയിരുന്നിട്ട് രാജാവ് ചോദിച്ചു, ഹെറോദ് അഗ്രിപ്പ ചോദിച്ചു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ നീ വിചാരിക്കുന്നത്? അതിന് മറുപടിയായിട്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, രാജാവേ, നീ മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എന്നെപ്പോലെ ആകണമെന്നും യേശുവിനെ കുറിച്ച് അറിയണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ നമ്മൾ യേശുവിനെ കുറിച്ച് പങ്കുവെക്കേണ്ട ആളുകളെ തിരക്കി നമ്മൾ ആഫ്രിക്കയിലൊന്നും പോകണ്ട. അവർ നമ്മുടെ കൺമുമ്പിലുണ്ട്, അവർ നമ്മുടെ വീട്ടിലുണ്ട്, അവർ നമ്മുടെ വീടിനടുത്തുണ്ട്, അവർ നമ്മുടെ വീടിനടുത്ത് നമ്മളോട് ബന്ധപ്പെടുന്നുണ്ട്, അവർ നമ്മുടെ വഴിയരികിലുണ്ട്, അവർ നമ്മുടെ നടന്നു പോകുന്ന ഇടവഴികളിൽ കാത്തു നിൽപ്പുണ്ട്, അവർ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നമ്മുടെ തൊട്ടടുത്ത സീറ്റിലിരിപ്പുണ്ട്. യേശുവിനെ കുറിച്ച് അറിയേണ്ട ആളുകൾ. പക്ഷെ നമുക്ക് ഒരു ബോധറേഷനും ഇല്ലല്ലോ. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബേർഡനും ഇല്ലല്ലോ, ഒരു ഭാരവും ഇല്ലല്ലോ. തിന്നുക, കുടിക്കുക, മതിക്കുക, മയങ്ങുക, ഇതിനപ്പുറത്ത് നമ്മുടെ കാര്യങ്ങൾ ഈ ഇട്ടാവട്ടത്തിനകത്ത്, ഒരു ചതുര വടിവിനകത്ത് നാം തീർത്തൊരു ലോകത്തിനകത്ത് നമ്മൾ ജീവിക്കുന്നു, രമിക്കുന്നു, സുഖിക്കുന്നു, ഭുജിക്കുന്നു, ഉറങ്ങുന്നു, മരിക്കുന്നു. ദൈവഹിതം അനുസരിക്കണ്ടേ? പറ നിങ്ങൾ, ദൈവഹിതം. അഞ്ജലിയിലുള്ള ആളുകൾക്ക് ദൈവഹിതം അനുസരിക്കണ്ടേ? വേണ്ടേ? വേണം. എന്താണ് ദൈവഹിതം? എല്ലാവരും പുത്രനെ അറിയണം, എല്ലാവരും യേശുവിൽ വിശ്വസിക്കണം, അങ്ങനെ എല്ലാവരും സ്വർഗത്തിലുണ്ടാവണം, എല്ലാവരും രക്ഷിക്കപ്പെടണം, സത്യം അറിയണമെന്നാണ് പിതാവിൻ്റെ ആഗ്രഹം. ഇത് ഒരു വിഡ്ഢി ഇങ്ങനെ സന്ധിക്ക് നിന്ന് വിളംബരം ചെയ്യുന്ന ഒരു വിഡ്ഢി കഥയല്ല. ഇതാണ് സത്യം. ഒരു കാലത്ത് നാം അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വചനം പറയുന്നുണ്ട്, എല്ലാവരും മരിക്കണം, അതിനുശേഷം വിധി. അതിനുശേഷം വിധി. കൊരിന്തോസ് ലേഖനത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അതായത് നമ്മളെല്ലാവരും ഒരിക്കൽ അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. 2 കൊരിന്തോസ് 5-ാം അധ്യായം ഞാൻ വായിക്കാം, നിങ്ങൾ വായിക്കണ്ട. 2 കൊരിന്തോസ് 5-ാം അധ്യായം 9, 10. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്താ ഞങ്ങളുടെ ലക്ഷ്യം? അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്ത വാക്യം, എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരിക്കൽ വരേണ്ടതാണ്. ഒരിക്കൽ വരും. ഇന്നിത് കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥയായിട്ടോ ഒരു മുത്തശ്ശി കഥയായിട്ടോ ഇത് ഒരു വിവരമില്ലാത്തവൻ്റെ വിളംബരങ്ങളായിട്ടോ തോന്നാം. പക്ഷെ ഒരിക്കൽ നാം അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ശാരീരികതയിൽ ചെയ്ത നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ ഒരിക്കൽ എല്ലാവരും അവൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. പറയാവോ ഹല്ലേലൂയ? പറയാവോ ഹല്ലേലൂയ? പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ. എന്താണ് പിതാവിൻ്റെ ഇഷ്ടം? എല്ലാവരും യേശുവിനെ അറിയുകയും യേശുവിൽ വിശ്വസിക്കുകയും അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം. എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം വായിക്കാം. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. മനുഷ്യാവതാരത്തെക്കുറിച്ച് എബ്രായ ലേഖനം 10-ാം അധ്യായം പറയുകയാണ്. നമ്മുടേതുപോലൊരു ശരീരം സ്വീകരിച്ച് യേശു ലോകത്തിലേക്ക് വന്നതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുകയാണ്, അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ അവൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ
ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥന ചൊല്ലിക്ക്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അങ്ങയുടെ ഇഷ്ടം നിറവേറണം. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനാണ് എന്നെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. യേശു പറയുകയാണ്. മറ്റൊരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 39 തിരുവചനം. മത്തായി 26, ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരു സമയത്ത്. മത്തായി 26:39, അത് 36 മുതൽ വായിക്കാം. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസം നിറഞ്ഞൊരു സമയത്ത്, വളരെയധികം വേദനിച്ചും മുറിഞ്ഞും തകർക്കപ്പെട്ട് നിൽക്കുന്നൊരു സമയത്ത് യേശു പറയുകയാണ്. 36 മുതൽ. അനന്തരം യേശു അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്തെത്തി. മത്തായി 26:36 വായിക്കാവോ? അനന്തരം യേശു അവരോടൊത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങളിവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു. ഉറക്കെ വായിക്കാമോ? എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. അങ്ങനെ പഴയ പാട്ടില്ലേ? ഏതാണ്? പാടിക്കേ. പാട്. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം എൻ്റെ ഗീതം പോലെയല്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. മറക്കുവോ? യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, അനേകം ആളുകളുടെ ഹൃദയത്തിൽ, ഇങ്ങോട്ട് നോക്കാവോ, അനേകം ആളുകളുടെ ഹൃദയത്തിൽ ഒരു വലിയ ഭയമുണ്ട്. എന്തെന്നറിയാം? സമ്പൂർണമായി സമർപ്പിക്കുന്നതിന് മനുഷ്യനുള്ള ഭയം. ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ചാൽ നമുക്കെന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ഇത് മനുഷ്യൻ്റെ അകത്ത് കിടപ്പുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അതായത് നമ്മൾ പൂർണ്ണമായിട്ടും യേശുവിനെ അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം നഷ്ടപ്പെടുമോ? നമുക്ക് പിന്നെ സഹനങ്ങൾ മാത്രമായിരിക്കുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഈ ലോകം തരുന്ന എന്തിനേക്കാളും ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കാൻ കഴിവുള്ളവനെയാണ് നാം ദൈവമെന്ന് വിളിക്കുന്നത്. ഈ ലോകം തരുന്ന എന്തിനേക്കാളും. സങ്കീർത്തനം 4-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം. 4-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം ഉറക്കെ വായിക്കുക. ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന്. ഒന്നുകൂടെ വായിച്ചത് 4-ാം സങ്കീർത്തനം 7-ാം തിരുവചനം ഉറക്കെ വായിക്കാമോ? ഉറക്കെ വായിച്ചേ. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ഉറക്കെ വായിക്കാമോ? ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് അവർക്ക് ധാന്യം കിട്ടിയപ്പോൾ, അവർക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടായപ്പോൾ, അവർക്ക് ഇഷ്ടം പോലെ വീഞ്ഞുണ്ടായപ്പോൾ, അവർക്ക് ഇഷ്ടം പോലെ ആനന്ദിക്കാനുള്ള, ആഹ്ലാദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ട് കിടന്നപ്പോൾ അവർ അനുഭവിച്ചതിലും ഏറെ ആനന്ദം ഇതൊന്നും ഇല്ലാത്ത എനിക്ക് അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഇത് ദൈവം തരുന്ന ആനന്ദം, ഇത് ലോകം തരുന്ന ആനന്ദം പോലെയല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളോട്, ദൈവഹിതത്തിന് സമർപ്പിക്കാൻ ആരും മടിക്കേണ്ടതില്ല. ആരും മടിക്കേണ്ട ദൈവഹിതത്തിന് സമർപ്പിക്കാൻ. എനിക്കറിയാം ചില കുടുംബങ്ങൾ ഭയങ്കര കണ്ണുനീരിലാണ്. അപ്പോൾ ആ കണ്ണുനീര് കഴിയുമ്പോൾ എനിക്കറിയാവുന്ന ചില കുടുംബങ്ങൾ ഇങ്ങനെ സംഭവങ്ങൾ അവരുടെ സ്വകാര്യതയെ പ്രതി പരാമർശിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കാര്യം വ്യക്തമായിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതായത് ചില കുടുംബങ്ങൾ ഇപ്പോൾ ഉദാഹരണം ഇങ്ങനെ വിചാരിക്കുക, ഭർത്താവ് ഭയങ്കര ഉപദ്രവം,
സഹിക്കാൻ പറ്റാത്ത ഉപദ്രവം, മക്കളെയൊക്കെ ഉപദ്രവിക്കുന്നു, ഭാര്യയെക്കുറിച്ച് പറയാവുന്ന അപവാദം എല്ലാം പറയുന്നു, മദ്യപിച്ചിട്ട് വരുന്നു, കഞ്ചാവ് ഉപയോഗിച്ചിട്ട് ഉപദ്രവിക്കുന്നു, കൊല്ലാൻ നോക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ പറയും, എന്താ പറയുന്നതെന്നറിയാമോ, നീ ഒരു കാര്യം ചെയ്യും, നീ അവിടുന്ന് മാറ്, വീട്ടിലോട്ട് പോ, കുറച്ചു കാലത്തേക്ക് ഡിവോഴ്സ് ഒന്നും ചെയ്യേണ്ട, ഒന്ന് മാറി നിൽക്ക് എന്ന് പറയുമ്പോഴും ചില സ്ത്രീകൾ ഇങ്ങനെ പറയും, മാറുന്നില്ല അച്ഛാ, മാറുന്നില്ല, പോകുന്നില്ല അച്ഛാ, ഇവിടെ തന്നെ നിൽക്കുക, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഇവിടെ നിൽക്കുക, പിള്ളേരും കൊണ്ട് എവിടെയും പോകുന്നില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അരിശം വരും, നീ ഇങ്ങനെ നിന്നെ കൊല്ലാൻ നിൽക്കുമ്പോൾ നീ നിൽക്കാതെ നീ മാറി തൽക്കാലം നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇല്ല, പോണില്ല. ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ ഒരിക്കലും സ്ത്രീ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോണില്ല അച്ഛാ, ഞാൻ പോയാൽ ഇങ്ങേര് ആത്മഹത്യ ചെയ്യും, ഞാൻ പോയാൽ ഇങ്ങേര് ആത്മഹത്യ ചെയ്യും, ഞാൻ പോണില്ല, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കടുത്ത പ്രതിസന്ധിയുടെ നടുവിലും ചില മനുഷ്യർ ജീവിതം ഇങ്ങനെ ദൈവത്തിന് എറിഞ്ഞു കൊടുക്കുകയാണ്, എന്നിട്ട് ദൈവത്തെ അനുസരിക്കുകയാണ്, ദൈവഹിത അനുസരിക്കുകയാണ്. അവർ കുരിശയിലാണ് കിടക്കുന്നത്, ദൈവഹിത അനുസരിക്കുകയാണ്. എനിക്കറിയാം ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേര് ഒരിക്കലും ഒത്തുപോകാൻ പറ്റാത്ത മനുഷ്യരുടെ കൂടെ അവർ ദൈവത്തെ പ്രതി ജീവിക്കുകയാണ്. മക്കളെ ഓർത്തിട്ടൊന്നുമല്ല, അത് നമ്മൾ ലോകം പറയുന്നൊരു സമാധാനം. പിള്ളേരെ ഓർത്തിട്ട് അച്ഛാ, പിള്ളേരെ ഓർത്തിട്ടൊന്നും നിൽക്കണ്ട, പിള്ളേരിപ്പം അങ്ങ് ചരുവത്തിനകത്ത് നിറച്ച് തലവഴി ഇട്ട് തരുമെന്നൊന്നും വിചാരിക്കുകയൊന്നും ചെയ്യണ്ട. അവരുടെ കാര്യം സമയമാകുമ്പോഴേക്കും അവർ ഇന്ന് കെട്ടിയവനിട്ട് ചവിട്ടുന്ന ചവിട്ട് നാളെ പിള്ളേർ ചവിട്ടും, ഒരു സംശയം വേണ്ട അതിനകത്തൊന്നും. അതുകൊണ്ട് പിള്ളേരെ ഓർത്തൊന്നും ചേച്ചി നിൽക്കണ്ട, പിള്ളേരെ ഓർത്തൊന്നും ചേട്ടൻ നിൽക്കണ്ട, ദൈവത്തെ ഓർത്ത് തമ്പുരാനെ ഓർത്ത് നിൽക്കുകയാണ്. ദൈവഹിതം അനുസരിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തെ ഇതാ പിതാവേ നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു. ഇത് പറയാൻ പറ്റിയാൽ, എനിക്ക് പ്രയാസമാണ്, പക്ഷേ ഇത് പറയാൻ പറ്റിയാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ അസ്വസ്ഥതകളും അശാന്തികളും ഇല്ലാതാവും, സമാധാനം ഉണ്ടാവും. ദൈവഗീത കർത്താവ് ഇത് ദൈവം ഇതാണ് ഇന്ന് പറയുന്നത്, അത് അനുസരിക്കാം, അത് ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ സഹിച്ചോളാം, പ്രയാസമാണ് പക്ഷെ ഞാൻ സഹിച്ചോളാം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് എഴുന്നേൽക്കാവോ? ഒരു കാര്യമായിട്ടുള്ളൂ, ഒരു കാര്യം നിങ്ങളിങ്ങനെ ഉഴപ്പിക്കും. രണ്ടാമതായിട്ട് ഈശോ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് ദൈവവചനം പറയുന്ന അനേകം കാര്യങ്ങളിലെ രണ്ടാമത്തെ കാര്യം, യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. വായിക്കാം, തിമോത്തിക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം, 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം. 1 തിമോത്തി 1-ാം അധ്യായം 15 മുതലുള്ള തിരുവചനം. 1 തിമോത്തി 1-ാം അധ്യായം 15 മുതൽ എല്ലാവരും ഒന്ന് എടുക്കുക. 1 തിമോത്തി 1:15 മുതൽ വായിക്കാം. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. ഒന്നുകൂടെ വായിക്കാം. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന തികച്ചും വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. വിശ്വസിക്കാവുന്നതും സ്വീകരിക്കാവുന്നതുമായ സത്യമാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. വിശദീകരണം ആവശ്യമില്ല. മറ്റൊരു വചനം വായിക്കാം. മത്തായി 1:21. പുതിയ നിയമത്തിലെ ആദ്യ വാഗ്ദാനം ഈ തിരുവചനമാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനമാണ് ഈ തിരുവചനം. മത്തായി 1:21 വായിക്കാം. മത്തായി 1:21 വായിക്കാം. നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ദൂതൻ പറയുകയാണ്, നീ അവന് യേശു എന്ന് പേരിടണം. എന്തുകൊണ്ടെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പറയാവോ ഹല്ലേലൂയ? നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ നമ്മുടെ ഈ സഹോദരനെ പോലെ, നമ്മുടെ ഇപ്പോൾ ക്യാമറ എടുക്കാൻ സഹായിക്കുന്ന സഹോദരനെ പോലെ വേറൊരു സഹോദരനും ഈ ക്യാമറ എടുക്കാനും സഹായിക്കാനും ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകളിൽ സഹായിക്കാം. അവനൊരു CSI സഭയിൽപ്പെട്ട ആളാണ്. അപ്പോൾ അവനെ ഒരിക്കൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അനേകം ചെറുപ്പക്കാർ നശിച്ചു പോവാണ്. അനേകം ചെറുപ്പക്കാർ ലോകത്തിലും പാപത്തിലും ഒക്കെ കഴിയുകയാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്തു. അച്ഛാ ആരും സഹായിക്കാനില്ല,
അച്ഛാ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ശുശ്രൂഷ, ഒരു കൺവെൻഷൻ നടത്താം, നമുക്ക് അവിടെ ഒരു ശുശ്രൂഷ വെക്കാം, എവിടെയെങ്കിലും വെച്ച് നടത്താം. അപ്പം ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് നടത്താം. അപ്പം നീ ഒരു കാര്യം ചെയ്തോ, കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടി അതിനുവേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവന് ഇങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ്റെ ഹൈന്ദവ സഹോദരനാണ്. അപ്പോൾ ഈ ഹൈന്ദവ സഹോദരന് അവന് ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുകയാണ്. കല്യാണം കഴിച്ചിട്ടില്ല, നാട്ടുകാരെല്ലാം വെറുത്തു, വീട്ടുകാർക്കൊന്നും വേണ്ട, കള്ളുകൂടിയും അങ്ങനെ എല്ലാ കാര്യങ്ങളായിട്ട് ഇങ്ങനെ അവൻ ഒറ്റയ്ക്ക് കഴിയുകയാണ്. അച്ഛാ അവനിങ്ങനെ വഴി പിഴച്ച് നടക്കുകയാണ്. അച്ഛാ ഞാനൊരു ദിവസം അവനെ കൊണ്ടുവരട്ടെ. അവൻ 5 ദിവസമൊന്നും വന്നിരിക്കാനൊന്നും അവന് പറ്റും, അവൻ വിളിച്ചാൽ വരില്ല. ഒരു ദിവസം ഒന്ന് കൊണ്ടുവരട്ടെ. ഒരു ദിവസം ഒന്ന് കൊണ്ടുവരുമ്പോൾ അവനൊന്ന് പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു ദിവസമൊന്നും വെറുതെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല, അവൻ വചനം കേൾക്കട്ടെ. അപ്പം പറഞ്ഞു, അച്ഛാ അങ്ങനെ പറ്റും, അവൻ വരില്ല അച്ഛാ, ഒരു ദിവസം കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നമ്മൾ ഈ താമസിച്ചുള്ള ധ്യാനത്തിന് അവസാനത്തെ ദിവസം, അതിൻ്റെ തൊട്ട് തലേ ദിവസം അഭിഷേക പ്രാർത്ഥന നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് കൊണ്ടുപോകാം, അപ്പോൾ ദൈവം അവനെ തൊടും. അപ്പോൾ അതനുസരിച്ച് ഇവന് ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് അവന് ഈ ധ്യാന ഹോളിൻ്റെ വെളിയിൽ നിന്നു. ഞാൻ ആളുകളെയൊക്കെ പ്രാർത്ഥിച്ചു പോയ കൂട്ടത്തിൽ അവനെയും പ്രാർത്ഥിച്ച് അന്ന് മുതൽ പരിശുദ്ധാത്മാവ് അവനെ സ്പർശിച്ചു. അവന് മദ്യപാനം സമ്പൂർണ്ണമായിട്ട് എടുത്തു മാറ്റപ്പെട്ടു. അവന് ഒരു നല്ല ജീവിതം ഉണ്ടായി. നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ കൂട്ടുകെട്ടിലേക്കൊന്നും പോകാതായി, കൂട്ടുകാരെടുത്തൊന്നും പോകാതായി, കള്ളുപിടിക്കാൻ പോകാതായി, വീടിനകത്തിരുന്ന് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് നൽകിയ ബൈബിളും വായിച്ച് അവിടെ ഇരിപ്പാണ്. അപ്പം എന്താ സംഭവിച്ചതെന്നറിയോ? ഉടനെ ഇവൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും തന്നെ ഒരു പ്രത്യേകമായ ഒരു സംഘടനയിലെ അംഗങ്ങളാണ്. അവർക്കൊക്കെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ അന്വേഷിച്ചു ഇവനെന്താണ് മാറ്റം. അപ്പോൾ എന്നോട് നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ സഹായിക്കുന്നവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അവന്മാരെന്നെ തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട്, ഞാനാണ് കൊണ്ടുപോയെന്ന് എല്ലാവർക്കും അറിയാം, ഇവന്മാരിനി എൻ്റെ അടുത്ത് വരും. അപ്പോൾ അവരൊരു 2-3 പേര് ഇവൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീയാണോ ഇവനെ എവിടെ കണ്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി, അവനിപ്പോൾ കള്ളുപിടിക്കാനൊന്നും വരുന്നില്ല, നീയാണോ? അപ്പോൾ അവൻ പറഞ്ഞു, അതെ ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആളുകൾ പറയുകയാണ്, അവിടെ എന്താ ഇവനെ ചെയ്തേ, അവരെന്താ ചെയ്തേ, ഇവന് വല്ല മരുന്നും കൊടുത്തോ, ഇവനെന്തെങ്കിലും കൊടുത്തോ, കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ, അവരെന്താ ചെയ്തേ? അപ്പോൾ പറഞ്ഞു, ഒന്നും ചെയ്തില്ല, അവിടെ അവൻ പ്രാർത്ഥിച്ചു, ഇവനും പ്രാർത്ഥിച്ചു, അവിടെ ഉള്ളവരും പ്രാർത്ഥിച്ചു. അപ്പോൾ ആ കൂട്ടുകാർ 2 പേര് പറയുകയാണ്, എന്നാൽ ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകാമോ, ഇവൻ്റെ മാറ്റം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇവനെ ആരാണ് മാറ്റിയത്? അപ്പോൾ അവർ പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അവനെ യേശുവാണ്ടാ മാറ്റി, യേശു. അപ്പം ഞങ്ങൾ വന്നാൽ ഞങ്ങളെ യേശു മാറ്റുമോ? നിങ്ങളെ മാറ്റും, നിങ്ങൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ആകെ പ്രശ്നമായിരിക്കുകയാണ്, ഇവന്മാരെല്ലാം ഇളകിയിട്ടുണ്ട്, അപ്പോൾ അവർ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്തിനാണെന്നൊന്നും അറിഞ്ഞുകൂടാ, അവർ വരുമെന്നാണ്. ഞാൻ പറഞ്ഞു, വരട്ടെ, അവർ ഇതുപോലെ തന്നെ നീ ആ അഭിഷേക പ്രാർത്ഥനയുടെ ദിവസം കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഇവന്മാർ 2 കൊണ്ടുവന്നു. അവർ വലിയ ആളുകളാണ്. ഇവൻ വന്നിരിക്കുന്നത് ചെറിയതാണ്, നമ്മൾ മാളത്തിയിരിക്കുന്നത് വലുതാണ്. അപ്പോൾ യുവന്മാർ 2 പേരും വന്നു കഴിഞ്ഞു. അവരും അവിടെ നിന്നു പ്രാർത്ഥിച്ചു, അവരും തിരിച്ചുപോയി, അവർക്കും മാറ്റം. അത് കഴിയുമ്പോഴേക്കും അവനെന്ത് ചെയ്തു, അതിലെ ഒരുത്തൻ വന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, എനിക്ക് മതിയായിട്ടില്ല, എനിക്ക് ഇനിയും പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ വേറെ 2ാമത്തവൻ വന്നിട്ട് പറഞ്ഞു, അവനാണെങ്കിൽ അവിടുത്തെ വലിയൊരു സംഘടനയുടെ പ്രസിഡൻ്റാണ്. സംഘടന എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നമുക്കൊക്കെ എതിരാണ് ആ സംഘടനകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടനയുടെ ആളാണിവൻ. അപ്പോൾ ഇവൻ ചെന്നിട്ട് ഇവൻ പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവൻ ഭാര്യയും കൊണ്ടുവന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര കുറ്റബോധം വരികയാണ്, ഞാനൊരു വലിയ പാപിയാണെന്ന് എനിക്ക് തോന്നുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ ദൈവവചനം കേട്ടിട്ടില്ല, അവൻ ധ്യാനം കൂടിയിട്ടില്ല, അവൻ ആകെ ചെയ്തത് യേശു ഇറങ്ങി നിന്ന ഒരു സന്ദർഭത്തിൽ ആ പ്രാർത്ഥനാ കൂടാരത്തിൽ എത്തി എന്ന് മാത്രമാണ് അവൻ ചെയ്തിട്ടുള്ളത്. അവൻ ദൈവവചനം കേട്ടിട്ടേ ഇല്ല, ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ അവന് യേശു വന്നു കഴിഞ്ഞപ്പോൾ, യേശു അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ ഉണ്ടാവുന്നത് പാപബോധം ഉണ്ടാവുക. പാപബോധം. ഭാര്യയെ അടുത്ത് നിർത്തിയിട്ട് അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഈ ലോകത്തൊരു മനുഷ്യനും പറഞ്ഞാൽ ആരും ഒരു സഹതാപം പോലും തോന്നാൻ ഇടയില്ലാത്ത അത്രയും പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുറേ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. ഗർഭിണിയാവും ഗർഭച്ഛിദ്രാവും, മിസ്കാരേജായിട്ട് ഇങ്ങനെ പോവാണ്. അച്ഛാ ഇപ്പോൾ ഇവള് ഗർഭിണിയാണ്, ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ്, ഓരോ ഉറപ്പുമില്ല. എനിക്കറിയാം
എൻ്റെ തലയിൽ കിടക്കുന്ന പാപമാണ് അച്ഛാ ഇത് മുഴുവൻ, എല്ലാം എൻ്റെ പാപമാണ്. കരയുക. നിങ്ങളുടെ കാര്യം അറിയാവോ? നമ്മൾ ഈ ദൈവത്തെ പരിചയപ്പെടുന്നത് ബൈബിളിൽ നിന്നാണെങ്കിലും നമ്മൾ ബൈബിളിൽ പരിചയപ്പെട്ട ദൈവം പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലാവുന്നത് ഈ മനുഷ്യർ വരുമ്പോഴാണ്. ഈ മനുഷ്യർ വന്നിട്ട് ഇത് പറയുമ്പോഴാണ് അയ്യോ എഴുതപ്പെട്ട വചനത്തിൽ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ എന്ന് മനസ്സിലാവുന്നത്. ഇവൻ നിന്നിട്ട് കരയുകയാണ്, ചാ എല്ലാം ഞാൻ ചെയ്ത പാപം അച്ഛാ, ഒരുപാട് പാപം ചെയ്ത ഒരാളാച്ചാ ഞാൻ എന്താ അച്ഛാ ചെയ്യണ്ടേ, ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ ഈ ജന്മം മുഴുവൻ എന്ത് വേണേലും ചെയ്യാം. ഹൈന്ദവ സഹോദരങ്ങളോട് സുവിശേഷം പറയാൻ എളുപ്പമുണ്ട്. എന്താണെന്നറിയാം? അവർക്ക് ഈ കർമ്മഫലത്തിൽ വിശ്വാസമുണ്ട്. അവർക്ക് കർമ്മഫലത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് ഹൈന്ദവരോട് സുവിശേഷം പറയാൻ എളുപ്പമാണ്. കാരണം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു പ്രതിഫലം ഉണ്ടെന്ന് അവർക്കറിയാം. പാപം ചെയ്താൽ പാപത്തിന് ശിക്ഷയുണ്ടെന്നറിയാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയുകയാണ്. ഒരു കുഞ്ഞിനെ പോലെ ഈ ഭാര്യയും ചേർത്ത് പിടിച്ചിട്ട് കരയുകയാണ്. പറയുകയാണ് അച്ഛാ ഫുൾ ബെഡ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഒരു ഗ്യാരണ്ടിയില്ല കുട്ടിയെ കിട്ടുമെന്ന്. എനിക്കറിയാം അച്ഛാ, എനിക്കറിയാം ഒത്തിരിയും പേരുടെ പരാക്കും ശാപവും എല്ലാം എൻ്റെ തലയിൽ കിടപ്പെട്ടു. ഞാൻ അവിടെ വെച്ച് അവനോട് പറഞ്ഞു, എടാ യേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. യേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാടാ. ഞാൻ അവനോട് പറഞ്ഞടാ, ബൈബിളിൽ ഞങ്ങൾ വായിക്കുന്ന ബൈബിളിൽ റോമാലേഖനം എന്നൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാ, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ബൈബിൾ പറയുന്നുണ്ട്, നാം പാപികളായിരിക്കെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, പ്രസാദേ, ഞങ്ങൾ വായിക്കുന്ന ബൈബിൾ പറയുന്നു നാം നല്ലവരായിരിക്കെ യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നല്ല. നമ്മളെല്ലാം നല്ല കൊള്ളാവുന്നവരായിരിക്കെ യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നല്ല. ഞങ്ങൾ വായിക്കുന്ന ബൈബിൾ പറയുന്നത് നാം കൊടും പാപികളായിരിക്കെ, റോമർ 5-ൽ 3 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. നാം പാപികളായിരിക്കെ, നാം ബലഹീനരായിരിക്കെ, നാം ശത്രുക്കളായിരിക്കെ, നാം പാപികളായിരിക്കെ, ബലഹീനരായിരിക്കെ, ശത്രുക്കളായിരിക്കെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. ലോകത്തുള്ള എല്ലാ മതങ്ങളും പറയുന്നത് നിങ്ങൾ നന്മ ചെയ്യൂ, ദൈവം നിങ്ങളെ സ്നേഹിക്കും എന്നാണ്. നാം ബൈബിൾ പറയുന്നു നിങ്ങൾ പാപികളായിരിക്കെ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അപ്പൊ ഇവന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ചോര ഒഴുകുന്ന പോലെ കണ്ണീരൊഴുകുന്നു. കണ്ണീരല്ല, ചോര ഒഴുകുന്നു. അവൻ ഈ ഭാര്യയും പിടിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ട്. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ടടാ, നീ വിഷമിക്കണ്ട. നീ ചെയ്ത പാപത്തിൻ്റെ അനന്തര ഫലമാണ് നിനക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ഒരു തരത്തിൽ നല്ലതാണത്. പാപബോധം ഉണ്ടാവാൻ അത് സഹായിക്കും. പക്ഷെ ഇനി അതൊന്നും നീ ശ്രദ്ധിക്കണ്ട. ദൈവം നിനക്ക് കുഞ്ഞിനെ തരുവിടാ, നീ ഒന്നും പേടിക്കണ്ട. നീ അനുതപിക്ക്, നീ പാപം തിരുത്താൻ ആഗ്രഹിക്ക്, നീ നല്ലവനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്ക്. അങ്ങനെ പ്രാർത്ഥിച്ച് പോയി. ഇന്ന് രാവിലെ എൻ്റെ നമ്മുടെ വോളണ്ടിയർ എനിക്ക് മെസ്സേജ് ഇട്ടു, അച്ഛാ ഇന്ന് അവൻ്റെ ഭാര്യ പിന്നെ പ്രസവ സമയം ആയിട്ടില്ല, ഏർലി ഡെലിവറിയാണ്. അപ്പോൾ സീരിയസ് ആയി പെട്ടെന്ന് അവനെ പ്രശ്നമായി, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. അവൻ പറഞ്ഞു അച്ഛനെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു നീ അവൻ്റെ നമ്പറിങ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ നമ്പർ അയച്ചു. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവനെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇടാ നീ പേടിക്കണ്ട കേട്ടോ, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, യേശു നിനക്ക് കുഞ്ഞിനെ തരും, നീ പേടിക്കൊന്നും വേണ്ട. കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ ദൈവം എനിക്കൊരു മകളെ തന്ന് അനുഗ്രഹിച്ചു. ഒത്തിരി 5, 6, 7 ഒക്കെ മിസ്കാരേജ് നടന്നവനാണ്. ദൈവം എനിക്കൊരു മകളെ തന്ന് അനുഗ്രഹിച്ചു, യേശു എന്നെ അനുഗ്രഹിച്ചു അച്ഛാ, യേശു എന്നെ അനുഗ്രഹിച്ചു, യേശു. മാമൂസ മുങ്ങിയവനല്ല കേട്ടോ. പക്ഷെ നിങ്ങളെ ആലോചിച്ച് നോക്ക്, ഈ പാപികളെ തേടിയാണ് യേശു വന്നത്. പാപികളെ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പാപികളെ തേടിയാണ്. ഇത് നമ്മുടെ തലയിൽ ശരിക്കും കയറാനുണ്ട്. പള്ളിയിൽ വരാത്തവർ, കള്ളു കുടിച്ച് നടക്കുന്നവർ, പള്ളിയെ തെറി പറയുന്നവർ. നിങ്ങളെ നനച്ചു, യേശു വന്നത് ഇവരെ തേടിയാണ്. ഒരു പരിധി വരെ നമുക്കൊക്കെ ഇഷ്ടം ആരെയാ? നല്ലവരെയാ.
നല്ലവർക്കാണ് സ്വീകരണം, നല്ലവർക്കാണ് ബഹുമാനം. യേശു വന്നത് പാപികളെ തേടിയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വായിക്കാം റോമാലേഖനം. അതിനി വായിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ. റോമാലേഖനം 5:3 വാക്കുകളുണ്ട്. നാം പാപികളായിരിക്കെ, നാം ബലഹീനരായിരിക്കെ, നാം ശത്രുക്കളായിരിക്കും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ വാക്യം വേഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. മത്തായി 9:13 വേഗം വായിക്കാം. ബലിയല്ല, അല്ലെങ്കിൽ ആദ്യം മുതൽ വായിച്ചോ. 10 മുതൽ. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. അടുത്ത വാക്യം. പരിസേയർ ഇത് കണ്ട് അവനോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. വായിച്ചേ. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കാവോ. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാൻ. 2 വചനം കൂടെ വായിച്ചിട്ട് ഞാനത് വിശദീകരിക്കാം. 2 വചനം കൂടെ വായിച്ചു. എബ്രായ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെ. എബ്രായ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെ എല്ലാവരും ഒന്ന് എടുക്കണം. എബ്രായ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കാം. 14 മുതൽ വായിക്കാമോ? മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും പങ്കാളികളാകുന്നത് പോലെ അവനും അതിൽ പങ്കാളിയായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെ അല്ല, അബ്രാഹത്തിൻ്റെ സന്തതിയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട്, അതായത് പാപികളായ മനുഷ്യരോട് കരുണയുള്ളവനാകാൻ, വിശ്വസ്തനായ പുരോഹിതനാവാൻ അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മളോട് സഹതപിക്കാൻ അവന് കഴിയും. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. എബ്രായർ 4:15 വായിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ട, അതായത് ഒരു പാപി കടന്നു പോകുന്ന പ്രയാസം നന്നായി അറിയാൻ പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യമുള്ള ഒരു ശരീരം സ്വീകരിച്ച് അവൻ നമ്മിൽ ഒരുവനെ പോലെ ആയതുകൊണ്ട്, അവൻ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മളോട് സഹതപിക്കാൻ, നമ്മളോട് കരുണ കാണിക്കാൻ അവന് കഴിയും. അടുത്ത വചനം വായിക്കാം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ലൂക്കാ 19:9-10. എല്ലാവരും ഒന്ന് എടുത്തേ. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 19:9-10 വായിച്ചേ. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വർഷം യൂത്തിന് ധ്യാനം നടത്തുമ്പോൾ, യൂത്തിൻ്റെ ധ്യാനത്തിന് വേണ്ടി ഞാൻ യേശു ഏകരക്ഷകൻ എന്നുള്ള വിഷയമാണ് 5 ദിവസവും പഠിപ്പിച്ചത്. യേശു ഏകരക്ഷകൻ. അപ്പോൾ ഇങ്ങനെ യേശു ഏകരക്ഷകൻ എന്ന് പറഞ്ഞ വിഷയം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ആ വിഷയം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ലോകത്ത്, ശ്രദ്ധിക്കണം നിങ്ങളത്, ഈ ലോകത്ത് യേശു പ്രസംഗിച്ചതുപോലെ സംശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഉയർന്ന നിലവാരം ലോകത്ത് ആരും പ്രസംഗിച്ചിട്ടില്ല. യേശു പ്രസംഗിച്ചതുപോലെ ഒരു ധാർമ്മികത ലോകത്തൊരു മത നേതാവും പ്രസംഗിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഉദാഹരണത്തിന് ഈശോ പറഞ്ഞു, കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തു പറയുന്നു?
കൊല്ലാം, വേദനിപ്പിക്കാതെ കൊല്ലണം. എന്താ പറഞ്ഞേ? ഈശോ പറഞ്ഞു കൊല്ലരുത് എന്ന് നിങ്ങളോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താ? കയ്യും കാലും തല്ലി ഒടിച്ചാൽ മതി. പറ, അതൊന്നുമല്ല, ചുമ്മാ അതും പറയാം. കൊല്ലരുത് എന്ന് നിങ്ങളോട്, മത്തായി 5, കൊല്ലരുത് നിങ്ങളോട് ഞാൻ പറയുന്നു. എന്ത് ചെയ്യരുത്? പറ പറ പറ. ഞാൻ മലയാള മനോരമ വന്ന വാർത്തയല്ല ഈ പറയുന്നേ, ബൈബിളിലുള്ള വാക്യമാണ്. കൊല്ലരുതെന്ന് നിങ്ങളോട്, കൊല്ലരുത് എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, കോപിക്കരുത്. സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകയാണ്. അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ്? 10 കൽപ്പനകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മോശ വഴി ദൈവം കൽപ്പന തന്നിട്ടുണ്ട്, എന്ത് ചെയ്യരുത്? കൊല്ലരുത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കോപിക്കരുത്. കോപിക്കുന്നവൻ, കൊല്ലുന്നവനല്ല, കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ആണ്ട കിടക്കണം. മറ്റേ തന്നെ പറ്റാതിരിക്കുക നമുക്ക്. എന്താ? മറ്റേ 10 കൽപ്പന തന്നെ ഇവിടെ വെക്കുന്നില്ല. അന്നേരമാണ് വന്നിട്ട് പറയാണ്, കൊല്ലരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടുണ്ട്, കൊല്ലുന്നില്ല. കോപിക്കരുത്. അയ്യോ, കോപിക്കരുത്. കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. എന്നാ പിന്നെ കോപിക്കാതിരിക്കാന്ന് പറഞ്ഞപ്പോൾ അടുത്ത സാധനം, സഹോദരനെ ദോഷയോ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ ആണ്ട കിടക്കുന്നു, നരകത്തിൽ പോകുന്നു. ആരാ നരകത്തിൽ പോന്നേ? പിള്ളേരോടൊക്കെ പണ്ട് പറഞ്ഞു കൊടുക്കത്തില്ലേ, കള്ളം പറയല്ലേ, എന്ത് ചെയ്യും? നരകത്തിൽ പോവും. നരകത്തിൽ പോന്നേ ആരാ? വിഡ്ഢി എന്ന് വിളിക്കുക. അയ്യോ, ഇവൻ എന്തൊരു പൊട്ടനാടാ എന്ന് പറഞ്ഞാൽ എവിടെ പോവും? നരകത്തിൽ പോകുന്നു. വ്യഭിചാരം ചെയ്യരുത്, വായിക്ക് 27, 5:27 വായിക്ക്. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ, ബാർ പുരുഷനെ, അതുകൂടെ ഉണ്ട്. അങ്ങനെ അങ്ങ് സൂഹിക്കാൻ വരട്ടെ. ഇത് ആണുങ്ങൾ മാത്രം ചെയ്യുന്ന ജോലിയല്ല ഇത്, പെണ്ണുങ്ങളും ഉണ്ട് ഇത്. സ്ത്രീയെ, ബാർ പുരുഷനെ. അപ്പോൾ വായിച്ച്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി ആണ്ട കിടക്കുന്നു. കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ച് സമാധാനമായിട്ടിരുന്ന അന്നേരം ആണ്ട കിടക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായ? ലോകത്ത് ഒരു മത നേതാവും പ്രസംഗിച്ചിട്ടില്ലാത്തത്ര ഉയരമുള്ള ഒരു ധാർമ്മികത പ്രസംഗിച്ച ആളാണ് യേശു. ഇത് വ്യക്തമായോ? 1, 2. പ്രസംഗിക്കുക മാത്രമല്ല, അവനവൻ്റെ ജീവിതത്തെ അതിൻ്റെ സകല വിശദാംശങ്ങൾക്കും ചേർന്ന വിധത്തിൽ കണ്ടക്ട് ചെയ്തു. അവൻ്റെ ആ പ്രസംഗിച്ച അതേ നിർമ്മലമായ ജീവിതം ജീവിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവസാന അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പറയും, ഇതാ ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, പക്ഷെ അവൻ എൻ്റെ മേൽ അധികാരമില്ല. പീലാത്തോസിൻ്റെ കോടതിയിൽ നിന്നിട്ട് നെഞ്ച് നിവർത്തി, ശിരസ് നിവർത്തി, ഉയർത്തി നിന്ന് യേശു ഇങ്ങനെ പറയും, നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റമാരോപിക്കാൻ കഴിയും? ലോകത്തൊരു മനുഷ്യനും പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന അത്ര ഉയർന്ന ഒരു ജീവിത നിലവാരം പ്രസംഗിച്ച ആളായിരുന്നു യേശു. പ്രസംഗിക്കുക മാത്രമല്ല, അതുപോലെ ജീവിച്ച ആളായിരുന്നു. ക്ഷമിക്കണം എന്നവൻ പറഞ്ഞു. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുരിശിൽ അവൻ സകലരോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് അവൻ മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ സകല കാര്യങ്ങളും അവൻ പൂർത്തിയാക്കുകയും ചെയ്തു. 2 കാര്യങ്ങൾ. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ലോകത്തെ ഏറ്റവും നിർമ്മലമായ ധാർമ്മികത, ഉയർന്ന ധാർമ്മികത, സംശുദ്ധമായ ജീവിതം, 100% സ്പിരിച്വാൽ, 100% സംശുദ്ധ ജീവിതം, മോറൽ ലൈഫ് പ്രസംഗിച്ച ആളാണ് യേശു. ആ 100% പ്രസംഗിച്ച മോറൽ ലൈഫ് ജീവിച്ച ആളാണ് യേശു. ഇനി എന്നെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളിങ്ങനെ നലച്ച് സത്യം പറയുക, പുണ്യമൊന്നും പറയരുത്. ചോദിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പുണ്യവാന്മാരാവുകയും ചെയ്യരുത്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ സമൂഹത്തിൽ ഇടവകയിൽ ഒരാളുണ്ട്, ആരാന്നറിയാമോ? ഭയങ്കര പുണ്യം പറച്ചിലാണ്. പുണ്യമേ പറയൂ. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത്, അങ്ങനെയാണോ ചെയ്യുന്നത്, അയ്യോ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ഭയങ്കര 100% പുണ്യം പറച്ചിലാണ്. പുണ്യം പറച്ചിലാന്ന് മാത്രമല്ല, ഇയാൾ 100% പുണ്യ ജീവിതവുമാണ്. എൻ്റെ ചോദ്യം, സത്യമേ പറയാവൂ,
ഇയാളോട് കൂട്ടുകൂടാനാണ് ആളുകൾക്ക് ഇഷ്ടം, ഇയാൾ ഇത് മാറി നടക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. നമ്മുടെ ഒരു നോർമൽ സൈക്കോളജി വെച്ചിട്ട് ഒരുത്തിനും അവൻ്റെ കൂടെ പോകത്തില്ല. അവൻ്റെ ഒരു കല്യാണത്തിന് പോയാൽ ഒരു ബെഞ്ചിൽ ഒരു മേശയിൽ അവൻ ഒറ്റയ്ക്കായിരിക്കും. ശരിയല്ലേ ഞാൻ പറയുന്നത്? 100% ഭയങ്കര പുണ്യം പറയുന്ന ഒരാൾ 100%. അപ്പോൾ നമ്മളെന്ത് ചെയ്യോ? നമ്മളെ കൊണ്ടൊന്നും അത്രയൊന്നും പറ്റത്തില്ല. സാറ് അവിടെ ഇരുന്നു, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഞങ്ങൾ ശകലം ജോക്കൊക്കെ അടിക്കുന്ന ആളുകളാണ്, അപ്പോൾ അതുകൊണ്ട് അത്രയൊന്നും പറ്റത്തില്ല. കേൾക്കുന്നുണ്ടോ? സാധാരണ ഒരു മനുഷ്യൻ്റെ മനഃശാസ്ത്രം വെച്ച് നോക്കിയാൽ ഇത്രയും ഉയർന്ന ജീവിത നിലവാരം പ്രസംഗിക്കുകയും അതിലൊരിക്കലും വെള്ളം ചേർക്കാതിരിക്കുകയും ആർക്കും വേണ്ടി അതിലൊരു കോംപ്രമൈസും വരുത്താൻ തയ്യാറാവാതിരിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ചെന്നാൽ അവന് കൂട്ടുകാർ കുറവായിരിക്കും. പക്ഷെ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, യേശു ഏത് ഗ്രാമത്തിലും ഏത് നഗരത്തിലും ചെന്നാലും അവൻ്റെ അടുത്ത് ഓടിക്കൂടിയത് മുഴുവൻ ആ നാട്ടിലെ ഏറ്റവും നൊട്ടോറിയസായ പാപികളായിരുന്നു. അതെന്താ അങ്ങനെ? അതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, ആ കണക്ഷൻ അങ്ങോട്ട് ശരിയാവുന്നില്ല. അതായത് ഇത്തരം സംശുദ്ധ ജീവിതം നയിക്കുന്നവരും ഇത്ര സംശുദ്ധ ജീവിതം പ്രസംഗിക്കുന്നവരുമായ ആളുകളിൽ നിന്ന് സാധാരണ പാപികളൊക്കെ മാറി നടക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ്റെ സഹജമായ സാഹചര്യം വന്നിരിക്കെ യേശു ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ പാപികൾ യേശുവിനെ കാണുമ്പോൾ ഓടിക്കൂടുകയാണ്. ആ നാട്ടിലെ ആ സദസ്സിലെ പുണ്യവാന്മാരെല്ലാം ചോദിക്കുകയാണ്, അയ്യോ പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടാണ് പാപികൾ ഇവൻ്റെ പിന്നാലെ കൂടിയത്? അതിന് കാരണമുണ്ട്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. യേശുവിനെ ശ്രദ്ധിക്കുക, യേശുവിനെ കണ്ടപ്പോൾ, യേശുവിനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ, യേശുവിൻ്റെ സംസാരം കേട്ടപ്പോൾ, യേശുവിൻ്റെ മുഖത്ത് നിന്ന് ഉതിർന്നു വരുന്ന മഹത്വവും തേജസ്സും വെളിപ്പെട്ടപ്പോൾ, യേശുവിനെ ദർശിച്ചപ്പോൾ, മരത്തിൻ്റെ മേളിൽ നിന്ന് സക്കീവൂസ് യേശുവിനെ നോക്കിയപ്പോൾ, ചുങ്കസ്ഥലത്തിരുന്ന മത്തായി യേശുവിനെ ശ്രദ്ധിച്ചപ്പോൾ, പാപികൾക്കൊരു കാര്യം മനസ്സിലായി. ഇവൻ പ്രസംഗിക്കുന്ന ധാർമ്മികതയുടെ 7 അയലത്തെത്താൻ പോലും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഈ ശരീരം കൊണ്ട് ഞങ്ങൾ അവൻ പ്രസംഗിക്കുന്ന ധാർമ്മികതയുടെ 7 അയലത്ത് പോലും എത്തില്ല, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇവൻ പ്രസംഗിക്കുന്ന ധാർമ്മികത വളരെ ഉയരത്തിലാണ്, ഇവൻ ജീവിക്കുന്നത് ഞങ്ങളിൽ നിന്ന് വളരെ ഉയരത്തിലാണ്, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അവർക്ക് യേശുവിനെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ഇവൻ്റെ കൂടെ കൂടിയാൽ, ഞങ്ങൾ ഇവനോട് അടുത്താൽ, ഞങ്ങൾ ഇവനോട് ഇടപഴകിയാൽ, ഞങ്ങൾ ഇവൻ്റെ കൂടെ നടന്നാൽ, ഞങ്ങൾ ഇവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ, ഞങ്ങൾക്ക് ഇവനെ കാണുമ്പോൾ തോന്നുകയാണ് ഒരിക്കൽ അവൻ ഞങ്ങളെ അവനെ പോലെയാക്കും. പാപികൾക്ക് യേശുവിനെ കണ്ടപ്പോൾ എന്താ മനസ്സിലെന്നറിയാമോ? യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി, ഇപ്പം ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല, പക്ഷെ ഇവൻ്റെ കൂടെ കൂടിയാൽ ഒരിക്കൽ നാം അവനെ പോലെയാകും. വായിച്ചേ, 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ. കണ്ടാലും എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമ്മോട് കാണിച്ചത്. വായിച്ചേ, 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ. പെട്ടെന്ന് വായിക്കുക. കണ്ടാലും എത്ര വലിയ ഭാഗ്യം, എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ശ്രദ്ധിച്ച് വായിക്കണേ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നമുക്കറിയാം, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവനെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഒന്ന് മനസ്സിലായി? അതായത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെങ്ങനെ ദൈവത്തിൻ്റെ മക്കളായത്? നമ്മളെങ്ങനെ ദൈവത്തിൻ്റെ മക്കളായത്? അവനിൽ വിശ്വസിക്കുകയും അവൻ്റെ നാമത്തെ സ്വീകരിക്കുകയും ചെയ്തവർക്കെല്ലാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മൾ ദൈവമക്കളായി. പക്ഷെ ഇപ്പോഴും ദൈവമക്കളുടെ സ്വഭാവമാണോ നമ്മുടെ കയ്യിലുള്ളത്? കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അപ്പോസ്തലൻ പറയാണ്, ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, എന്നാലും നമ്മളായിട്ടില്ല. നമ്മൾ എന്തായി തീരും എന്ന് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം. എന്താണ്? അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ
അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ ഒരിക്കൽ അവനെ പോലെ ആകും. ഇതാണ് പ്രത്യാശ. നമ്മൾ ഒരിക്കൽ അവനെ പോലെ ആവും. അവനായിരിക്കുന്നത് പോലെ അവനെ കാണുകയും ചെയ്യും. ഒരിക്കൽ നാം അവനെ പോലെ ആകും. ഒരു വചനം കൂടെ വായിച്ചേ, ഫിലിപ്പി ലേഖനം 3:21. ഫിലിപ്പി 3:21. അതായത് നമ്മളിൽ അവൻ മാറ്റം വരുത്തും എന്നാണ് ഈ പറയുന്നത്. ഫിലിപ്പി ലേഖനം 3:21 പെട്ടെന്ന് വായിക്കുക. ഫിലിപ്പി 3:21. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഇതാണ് പ്രത്യാശ. അവൻ നമ്മുടെ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. റോമർ 8 പറയുന്നുണ്ട്, എന്താണ്? ആത്മാവിൻ്റെ ആദിഫലം ലഭിച്ചിരിക്കുന്ന നാമും ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ബുദ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. നമ്മൾ നവീകരിക്കപ്പെടും, നമുക്ക് മാറ്റം വരും, നമ്മൾ നന്നാവും, നമ്മൾ മെച്ചപ്പെടും. എന്താണ് കാരണം? യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കാര്യമായുള്ളൂ. എത്ര കാര്യമായി? 2 മതി. അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്, പാപികളെ രക്ഷിക്കാനാണ്.